രണ്ടാം അധ്യായം 58-ാമത് ശ്ലോകം. ഇവിടെ ഒരു ചോദ്യമുണ്ട്. അസംഗത സമത്വം എന്നത് കർമ്മയോഗത്തിൽ അവശ്യം വേണ്ടതാണ്. ഈ മനോഭാവത്തിന്റെ കൂടെ പരമവ്യാകുലത ചേരുന്നതാണ്. അതായത് ഈ കർമ്മയോഗത്തിൽ അസംഗത സമത്വം അതിരിക്കെ ഈ മനസ്സിന്റെ വ്യാകുലത എന്ന് പറയുന്നത് ഈശ്വര പ്രാപ്തിക്കുള്ള വ്യാകുലത. ഈശ്വര പ്രാപ്തിക്കുള്ള വ്യാകുലത അത് ജിജ്ഞാസാരൂപത്തിൽ അതുണ്ടായിരിക്കും. അതുള്ളത് നല്ലത് തന്നെയാണ്. പക്ഷെ ആ ജിജ്ഞാസ അത് വിഷയവ്യാകുലത പോലെ വരാൻ പാടില്ല എന്നുള്ളതാണ്. വിഷയങ്ങളിലുള്ള വ്യാകുലത അത് ഒരു താമസഭാവമാണ്. ഈശ്വരപ്രാപ്തിക്കുള്ള വ്യാകുലത എന്ന് പറയുന്ന ഒരു സാത്വിക ഭാവമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് മനസ്സിന്റെ സമത്വത്തെ നശിപ്പിക്കും, മറ്റതങ്ങനെയല്ല, മനസ്സിന്റെ സമത്വത്തെ ദൃഢപ്പെടുത്തും. എന്തുകൊണ്ട്? വിഷയ കാമനകൾ വിഷയത്തിലേക്ക് വ്യാകുലത ഉണ്ടാക്കുമ്പോൾ കർണങ്ങളെല്ലാം അതിൻ്റെ എല്ലാം പ്രവൃത്തി ആ ഭാഗത്തേക്കാവും. പക്ഷെ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഈശ്വരപരമായിട്ടുള്ള വ്യാകുലതയാണ് ഉണ്ടാകുമെങ്കിൽ മനസ്സ് അന്തർമുഖമായിരിക്കും. അതാണ് അതിന്റെ ലക്ഷണം. മറ്റു വിഷയങ്ങളിൽ നിന്ന് മനസ്സ് പിൻവാങ്ങി, ഇനിയിപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നതാണ്. അതായത് മനസ്സ് സഹജമായ വിഷയങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നു. അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെങ്കിൽ അതിന് ശക്തമായ കാമന മറ്റെവിടെയെങ്കിലും വരണം. അതിനാണ് ഇവിടെ ഈശ്വരനോടുള്ള വ്യാകുലത എന്ന് പറയുന്നത്. ആ ശക്തമായ ഈശ്വരപ്രാപ്തിക്കുള്ള ദൃഢമായ ഇച്ഛ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ വിഷയങ്ങളിൽ നിന്ന് മനസ്സ് പിന്മാറത്തുള്ളൂ. ഇപ്പൊ വിഷയകാമനെ അതിജീവിക്കത്തക്ക ദൃഢമായ മനസ്സിന്റെ ഇച്ഛ, അത് മനസ്ഥൈര്യമായിരിക്കും. അവിടെ വ്യാകുലത എന്ന് പറയുമ്പോൾ മനസ്സിന്റെ സ്ഥൈര്യവും മനസ്സിന്റെ ഏകാഗ്രതയും മനസ്സിന്റെ ഇച്ഛയും എല്ലാം ഒന്നിച്ചു ചേരുന്നതാണ്. അസാത്വികമായ ഭാവമായിരിക്കും. അപ്പോൾ അത് മനസ്സിന്റെ സമത്വത്തെ വർദ്ധിപ്പിക്കും, മനസ്സിനെ വിഷയ വിമുഖമാക്കുന്നതിന് സഹായിക്കും. ശത്രുവും മിത്രവും പുറമേ ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞു, മനസ്സിലത് പാടില്ല എന്ന് പറയുന്നു. അവിടെ അത് പറഞ്ഞ് ശരിയാണ്. അപ്പോൾ ആധ്യാത്മിക ജീവിതത്തിൽ സഞ്ചരിക്കുന്നവർക്കും അങ്ങനെ ശത്രുമിത്രം നിങ്ങൾ വരുമോ എന്നുള്ളതാണ്. വരാം, അങ്ങനെ വരുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം. പറഞ്ഞല്ലോ, പ്രാരബ്ധം ഉണ്ടെങ്കിൽ ശത്രുമിത്രങ്ങൾ പുറമേ വരും. ആന്തരികമായി അവിടെ മനസ്സിന്റെ സമത്വത്തെ ഭഞ്ജിക്കുന്നില്ല ശത്രുമിത്രങ്ങൾ. ശത്രുവിനെ ശത്രുവായി കാണുന്നില്ല. ഇവിടെ ഇനി പറയും സുഹൃത് മിത്രായിട്ട് ഉദാസീനം എന്ന് പറയും. എല്ലാവരിലും ഒരേ ഭാവം.
സർവത്ര സമദർശിത്വത്തെ ശീലിക്കുന്നു. ബാഹ്യമായി അതുണ്ടാകാം, പല രീതിയിലും ഉണ്ടാകാം. ഇപ്പോൾ ഒരാൾ മറ്റ് വ്യവഹാരങ്ങളിലൊന്നും ഏർപ്പെടാതെ ഇരുന്നാലും അവിടെ ശത്രുക്കളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒന്നുമില്ലെങ്കിൽ മനുഷ്യന് അസൂയ കൊണ്ട് ശത്രുതയുണ്ടാകും. പ്രത്യേകിച്ച് ശത്രുതയ്ക്ക് കാരണമൊന്നും വേണ്ട, എല്ലായിടത്തും വരും. മനസ്സിൽ നമ്മൾ ശത്രു എന്ന് കരുതിയില്ലെങ്കിലും പുറമേ ശത്രുത വരും, അതെല്ലാവർക്കും വരും. ലൗകിക മനുഷ്യർക്ക് മാത്രമല്ല. സാധാരണഗതിയിൽ അതിന് കാരണം പറയുന്നത് പ്രാരബ്ധത്തെയാണ്. പൂർവജന്മ കൃതമായ ശത്രുമിത്രം അങ്ങനെ ഇങ്ങോട്ടും വരുന്നു. അതുകൊണ്ട് അത് ബാഹ്യമായി എന്നും നിലനിൽക്കും. സാധകനും ജ്ഞാനിക്കും എല്ലാവർക്കും ഉണ്ട്. അത് ഗൃഹസ്ഥനായാലുണ്ടാവും, ബ്രഹ്മചാരിയായാലുണ്ടാകും, സന്യാസിമാരുണ്ടാകും, പരസ്പരം ഉണ്ടാവും. പുറമേ ഉള്ള ആൾക്കാർ തമ്മിലും ഉണ്ടാവും. പരസ്പര അസൂയ ഉണ്ടാവും. സന്യാസിമാർക്കും ഉണ്ടാവും പ്രൊഫഷണൽ ജലസി എന്ന് പറയും, അതുണ്ടാവും. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഒരാൾക്ക് ശിഷ്യന്മാർ കൂടുമ്പോൾ ശിഷ്യന്മാരില്ലാത്തവർക്ക് അസൂയ ഉണ്ടാവും. ഒരാൾക്ക് ശിഷ്യന്മാരുണ്ട്, എനിക്ക് ശിഷ്യന്മാരില്ല. അതുപോലെ ഭക്തന്മാർ കൂടുമ്പോൾ ഭക്തന്മാരില്ലാത്തവർക്ക് അസൂയ ഉണ്ടാവും. ശത്രുത ഇങ്ങനെ പലതരത്തിലാണ് വരുന്നത്. സമ്പത്തുണ്ടാകുമ്പോൾ സമ്പത്തില്ലാത്തവർക്ക് അസൂയ ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിലും സന്യാസിമാരുടെ ഇടയിൽ തന്നെ അസൂയ ഉണ്ടാവും. അപ്പോ അല്ല, പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അത് മനസ്സിൽ അത് വരാൻ പാടില്ല എന്നാണ്. ഇതിനെക്കുറിച്ചെല്ലാം തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ കർമ്മയോഗത്തെക്കുറിച്ച് ഇനിയും വിശദീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇനി വരുന്ന ഭാഗങ്ങൾ ഒരു ശ്ലോകം എടുത്ത് വിശദീകരിച്ചിട്ട് ഗീതയുടെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾക്ക് പറയാനൊന്നും കാണത്തില്ല. അതുകൊണ്ട് വരുന്ന ഭാഗങ്ങളിൽ ഓരോ സന്ദർഭങ്ങളിൽ അത് കൂടുതൽ കൂടുതൽ വിശദീകരിക്കും. അതുകൊണ്ട് ഒരേ സമയം ഒരു കാര്യം കൂടുതൽ വിശദീകരിച്ചാൽ ദഹനക്കേടും വരും, ദഹിക്കത്തില്ല. അങ്ങനെയൊരു ദോഷം വരും. അത് കുറേശ്ശെ ഇത് മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഈ പറയുന്ന വിഷയങ്ങളെല്ലാം നമ്മൾ തുടർന്നു വരുന്ന ചർച്ചകളിൽ വരും. ഇത് ആവർത്തിക്കുന്നുണ്ട്, ആവർത്തി നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഭാഗങ്ങൾ കൂടുതൽ വരുന്ന ഭാഗങ്ങൾ ക്ലിയറാകും. ഇനി 58-ാമത്തെ ശ്ലോകം നോക്കുക. യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. കിഞ്ച ഭാഷ്യം. യഥാ സംഹരതേ സമ്യക് ഉപസംഹരതേ ചയം ജ്ഞാനനിഷ്ഠായാം പ്രവൃത്തോ യതി. ജ്ഞാനനിഷ്ഠായാം പ്രവൃത്തോ യതി. ജ്ഞാനനിഷ്ഠയിൽ പ്രവർത്തിക്കുന്ന യതി. സ്ഥിതപ്രജ്ഞനെ എന്ന് പറയുമ്പം ജ്ഞാനനിഷ്ഠയിൽ തുടരുന്ന ആളാണ് യതി, സന്യാസി എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ സമ്യക്കായി ഉപസംഹരിക്കുമ്പോൾ എന്ന് പറഞ്ഞു. ഈ ഇന്ദ്രിയ നിഗ്രഹത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ എല്ലാം
നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ്. ഈ മറ്റ് പല വിഷയങ്ങളെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ഇന്ദ്രിയ നിഗ്രഹത്തെക്കുറിച്ച് പറയുന്നിടത്തും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, കാരണം ഇതൊരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇന്ദ്രിയ നിഗ്രഹം പലതരത്തിലും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന കാര്യമാണ്. അങ്ങനെ വരുന്നതിനുള്ളൊരു പ്രധാന കാരണം ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കാലവും ഇന്നത്തെ കാലവും തമ്മിൽ വന്ന മാറ്റമാണ്. ഇത് പറയുന്ന കാലഘട്ടത്തിൽ ഈ ഇന്നത്തെ സമൂഹമായിരുന്നില്ല ഉണ്ടായിരുന്ന മനുഷ്യർ. പഴയകാലത്ത് മനുഷ്യൻ ഇന്ദ്രിയ നിഗ്രഹവും മറ്റും ചെയ്യുന്നതിന് സമൂഹത്തിൽ നിന്ന് മാറി നിന്നു. എന്നുവെച്ചാൽ വനത്തിലേക്കും മറ്റും പോയി. നമ്മുടെ പുരാണങ്ങളും എല്ലാം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇന്ദ്രിയ നിഗ്രഹത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ സമൂഹത്തിൽ നിന്ന് പോയി, കാട്ടിലേക്ക് പോയി. മനുഷ്യന്റെ സംസർഗമില്ലാത്ത സ്ഥലത്ത് പോയിരുന്നാണ് ഇന്ദ്രിയ നിഗ്രഹവും മറ്റും അഭ്യസിച്ചിരുന്നത്. അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് പ്രലോഭനങ്ങളിൽ നിന്നും മാറിയിരിക്കുക. അതാ ഉദ്ദേശിച്ചിരുന്നത്. കാരണം ഇന്ദ്രിയങ്ങൾ അതിന്റെ സ്വഭാവമനുസരിച്ച് വിഷയങ്ങളിലേക്ക് പോകും. വിഷയങ്ങൾ എപ്പോഴും അതിനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് മാറി വനത്തിൽ മറ്റും പോയിരിക്കുക. അങ്ങനെ ഇന്ദ്രിയ നിഗ്രഹം ശീലിക്കുന്ന ഒരു രീതിയാണ് പണ്ടുണ്ടായിരുന്നത്. അന്ന് വനങ്ങളുണ്ടായിരുന്നു. മനുഷ്യർ ഇന്നത്തെ അപേക്ഷിച്ച് മനുഷ്യരില്ലാത്ത സ്ഥലം കൂടുതലും മനുഷ്യരുള്ള സ്ഥലം കുറവുമായിരുന്നു. ഇന്ന് നേരെ തിരിഞ്ഞുപോയി. മനുഷ്യരുള്ള സ്ഥലം കൂടുതലും ഭൂമിയിൽ, മനുഷ്യരില്ലാത്ത സ്ഥലം കുറവുമായി. അന്ന് ചെയ്യുന്നത് പോലെ ഇന്ന് മനുഷ്യന്റെ സമൂഹത്തിൽ നിന്ന് വിട്ടുപോയി ഏകാന്തതയിൽ പോയിരുന്ന ഇന്ദ്രിയ നിഗ്രഹം ഒന്ന് ശീലിക്കാൻ ഇന്ന് സാധ്യമല്ല, അസംഭവമാണ്. പക്ഷേ എനിക്ക് ഹിമാലയത്തിൽ പോയാലോ? ഹിമാലയത്തിൽ ഒരു രക്ഷയില്ല. അവിടെ പോയ അനുഭവം വെച്ച് പറയാം. ഹിമാലയമെല്ലാം നമ്മുടെ സങ്കല്പത്തിലുള്ള ഹിമാലയമൊന്നുമില്ല. ഇന്ന് മനുഷ്യന് പോകാൻ പറ്റിയ സ്ഥലങ്ങളെല്ലാം അവിടെ ഇന്ന് വലിയ നഗരങ്ങളായി മാറിക്കഴിഞ്ഞു. തീർത്ഥാടക കേന്ദ്രങ്ങളെന്നുള്ള നിലയ്ക്കല്ല, വിനോദസഞ്ചാരികളുടെ കേന്ദ്രങ്ങളായി മാറിപ്പോയി. അവിടെ അല്ല എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും. അപ്പോൾ അതുകൊണ്ട് എല്ലായിടവും ഇന്ന് സമൂഹം ഒരുപോലെയാണ്, മനുഷ്യവാസം ഒരുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഭൂമണ്ഡലത്തിൽ അങ്ങനെ ഒരു സ്ഥലം കിട്ടാൻ പ്രയാസമാണ്, മനുഷ്യരില്ലാത്ത ഒരു സ്ഥലം. അപ്പോൾ അത് പോയി. വനീഭൂത്വ എന്ന് പറയും. വനത്തിലേക്ക് പോവുക, എന്നിട്ട് വനിയായി കഴിയുക. വനത്തിൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുക. അങ്ങനെയൊക്കെയാണ് പഴയ കാലത്ത് പറഞ്ഞിരുന്നത്. അത് സാധ്യമല്ല. ഇന്നിപ്പോ ഇന്ദ്രിയ നിഗ്രഹം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സമൂഹ മധ്യത്തിലിരുന്ന് മനുഷ്യരുടെ ഇടയിലിരുന്ന് തന്നെ ശീലിക്കും. അങ്ങനെ വരുമ്പോ മനുഷ്യന് പല പല പുതിയ പ്രശ്നങ്ങളിൽ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഈ സമ്യക് ഉപസംഹരത, ഇതിനെ സമ്യക്കായി ഉപസംഹരിക്കുക എന്ന് പറയുമ്പോൾ പ്രായോഗികമായി മനുഷ്യനത് കഴിയാതെ വരുന്നു. അതുകൊണ്ടാണ് ആധുനികന്മാരായ പല ആൾക്കാരും പുതിയ വഴികൾ കണ്ടുപിടിച്ചത്. ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്
അത് ഒരു തരത്തിലുള്ള എന്താണ് മിഥ്യാചാരമാണ് ഇന്ദ്രിയ നിഗ്രഹം എന്നുവരെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇന്ദ്രിയ നിഗ്രഹം അസംഭവമാണ്, അത് സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുകയല്ല വേണ്ടത്, ഇന്ദ്രിയങ്ങളെ അതിന്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ് പുതിയ ആചാര്യന്മാരുടെ കാഴ്ചപ്പാട്. ഇന്ദ്രിയങ്ങളെ അതിന്റെ വഴിക്ക് തന്നെ വിടുക. ഇന്ദ്രിയങ്ങൾ ശാന്തമാകുന്നത് നമ്മുടെ അനുഭവത്തിൽ അറിയുന്ന കാര്യമാണ്, വിഷയപ്രാപ്തിയിലാണ്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയപ്രാപ്തിയിൽ ശാന്തമാകും. അപ്പോൾ ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കുന്നതിന് വിഷയപ്രാപ്തിയെ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വിഷയപ്രാപ്തിയിലൂടെ ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കുക, അല്ലാതെ ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെ ശാന്തമാക്കാം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായ കാര്യങ്ങളല്ല. എന്തെങ്കിലും കാര്യത്തിൽ മനസ്സിൽ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അത് സാധിച്ചു കൊടുക്കുക മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ, അങ്ങനെ മനസ്സിനെ ശാന്തമാക്കുക. അത് ഏറ്റവും കേവലമായി ഏറ്റവും ശാസ്ത്രീയമായി ചെയ്യുന്നതാണ് ഇന്ദ്രിയ നിഗ്രഹം എന്ന് ഇന്ന് പലരും പഠിപ്പിക്കുന്നതും അങ്ങനെ ധരിച്ചു വച്ചിരിക്കുന്നു. അവിടെ ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിന് സംഘർഷം ഉണ്ടാക്കുമെന്നാണ് അവർ പറയുന്നത്. ബ്രഹ്മചര്യം, സന്യാസം, ഇതിനെക്കുറിച്ചുള്ള പാരമ്പര്യമായ ധാരണകൾ എല്ലാം പെശകാണ്, അതൊന്നും ശരിയല്ല. അതെല്ലാം മനസ്സിന് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ സന്യാസിമാരും ബ്രഹ്മചാരിമാരും എല്ലാം സംഘർഷത്തോടുകൂടി കഴിയുന്നവരാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ഒരിക്കലും നിയന്ത്രിക്കാൻ പാടില്ല. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്, അതിനാളും കൂടുന്നുണ്ട് അത് പഠിക്കാൻ. എന്നുവെച്ചാൽ ഇന്ദ്രിയങ്ങളെ അതിന്റെ സഹജമായ ഇതിനനുസരിച്ച് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഇതിനെ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്ന ഇന്ദ്രിയ ലാളനം, ഇന്ദ്രിയങ്ങളെ ലാളിക്കുക. അത് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാൻ പോയി കഴിഞ്ഞാൽ സംഘർഷം ഉണ്ടാവും മനസ്സിൽ. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ലാളിക്കുക എന്നുള്ളതാണ്. ഇത് പണ്ട് ചാർവാകന്മാർ പറഞ്ഞ കാര്യമാണ്. ചാർവാകൻ എന്ന് വെച്ചാൽ ചാരു മനോഹരമായ വാക്കുകൾ പറയുന്നവനെന്നാണ്. ആൾക്കാരെ കൂടുതൽ ആകർഷിക്കുന്ന വാക്കുകൾ പറയും. എന്നുവെച്ചാൽ മനുഷ്യനെ അവന്റെ സഹജമായ രീതിയിൽ പ്രവർത്തിക്കാൻ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. സഹജമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളെല്ലാം സഹജമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെ സഹജമായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് ശരിയായ ആത്മീയത, അല്ല ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുന്നതല്ല എന്ന് ഉള്ള ആശയം സ്വീകരിച്ചിരിക്കുന്ന സന്യാസിമാർ വരെയാണ്. അതാണ് ശരിയായിട്ടുള്ള ഇന്ദ്രിയ നിഗ്രഹം. നമുക്ക് ഇതുവരെ തെറ്റിപ്പോയി, ഇപ്പോഴാണ് ബോധോദയം എന്ന് കരുതുന്ന സന്യാസിമാരുണ്ട്, അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. ഒരു തരത്തിലും മനസ്സിന് ടെൻഷൻ ഉണ്ടാകാതെ, സംഘർഷം ഉണ്ടാകാതെ ഇന്ദ്രിയ നിഗ്രഹം എങ്ങനെ സാധിക്കും? അത് ഇന്ദ്രിയ ലാളനയിലൂടെ സാധിക്കത്തുള്ളൂ. അതിന് പറ്റിയ രീതിയിൽ ഗീതയിലേക്ക് ചില ശ്ലോകങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, പുസ്തകങ്ങൾ ധാരാളമുണ്ട്. അതൊക്കെ ഉള്ളപ്പോഴാണ് നമ്മളിത് പഠിക്കുന്നത്, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന രീതിയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പഴഞ്ചനാശയമാണ്, ഇന്നിതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞാണല്ലോ. ഇങ്ങനെ ഇതൊക്കെ പഴയ കാലത്തേക്കുള്ള ഇന്ദ്രിയ നിഗ്രഹമാണ്. ഇന്നത്തെ ഇന്ദ്രിയ നിഗ്രഹം ഇതൊന്നും അല്ല. ഇന്ദ്രിയ നിഗ്രഹം എന്ന് വെച്ചാൽ മനസ്സ് ശാന്തമായി, എന്നുവെച്ചാൽ വിഷയ അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന മനസ്സിന്റെ ശാന്തി, അതാണ് ശരിയായ ഇന്ദ്രിയ നിഗ്രഹം എന്ന് പഠിപ്പിക്കുന്നു. അതിന്റെ മെഡിറ്റേഷനുണ്ട്, അതിന്റെ യോഗയുണ്ട്, പല അഭ്യാസങ്ങളുണ്ട്. അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത്
ആ പഴഞ്ചൻ രീതി തന്നെയാണ് എന്താണ് സംഹരതേ സമ്യക് ഉപസംഹരതേ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക തന്നെ വേണം. അപ്പോൾ ഈ പ്രശ്നം വരും. എന്തുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹം ഇന്ദ്രിയ ലാളനയാണ്, ഇന്ദ്രിയ നിഗ്രഹമെന്ന് ആൾക്കാരെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇത്തരം ശാസ്ത്രങ്ങളൊക്കെ വായിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ അഭ്യസിച്ചു നോക്കുമ്പോൾ അത് സഫലമല്ലാതെ വരുന്നു. സഫലമല്ലാതെ വരുമ്പോൾ മറുവഴിക്ക് ചിന്തിക്കും. അങ്ങനെ മറുവഴിക്ക് ചിന്തിച്ചവരാണ് പറയുന്നത് ഇന്ദ്രിയ സംഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ലാളനയാണ് എന്ന് പഠിപ്പിക്കുന്നു. അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? കാരണം ഇവിടെ ഇപ്പോൾ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കണമെന്നും മറ്റും പറയുമ്പോൾ ഒന്നാമത് ആധ്യാത്മിക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരാൾ പലപ്പോഴും കടന്നു വരുന്നത് ഒരു ആവേശത്തിന്റെ പുറത്തായിരിക്കും. ആവേശമായിരിക്കും ഇതിലേക്ക് നയിക്കുന്നത്, ഒരെടുത്തുചാട്ടം. പ്രായോഗികമായി കാര്യങ്ങൾ അന്വേഷിച്ചു വരുമ്പോൾ തന്റെ പക്വത ഇതിനൊന്നും അനുവദിക്കത്തില്ല. അപ്പോൾ ഇതിൽ പരാജയം സംഭവിക്കും. അപ്പോൾ പുതിയ സിദ്ധാന്തങ്ങളിലേക്ക് മനസ്സ് പോകും. അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇവിടെ പറയുന്ന ഈ ഇന്ദ്രിയ നിഗ്രഹം എന്നെല്ലാം പറയുന്നത് ഇവിടെ തന്നെ ഇപ്പൊ പറയുന്നത് എന്താണ്? കർമ്മയോഗത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇന്ദ്രിയ നിഗ്രഹത്തെക്കുറിച്ച് പറയുന്നത്. ഈ പറയുന്ന ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നതിന്റെ ശരിയായ അർത്ഥത്തിൽ ഇവിടെ പറയുന്ന രീതിയിൽ ആ ഇന്ദ്രിയ നിഗ്രഹം കർമ്മയോഗം അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ ചിത്തശുദ്ധി വന്ന ഒരുവനെ സാധ്യമാകും. ആധ്യാത്മിക മാർഗത്തിന് ഇന്ദ്രിയ നിഗ്രഹം കൂടിയേ കഴിയും. കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി വരാത്ത ഒരാളിന് ഒരിക്കലും ഇന്ദ്രിയ നിഗ്രഹം സാധ്യമല്ല. അതുകൊണ്ടാണ് ഒരാൾ ആവേശത്തോടുകൂടി ഇങ്ങോട്ട് കടന്നു വന്നിട്ട് ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്ന ഭാഗത്ത് വരുമ്പോൾ പരാജയപ്പെട്ടു പോകും. പിന്നെ മറ്റൊന്ന്, ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത് സാർവത്രികമായി എല്ലാവർക്കും വേണ്ടി പറഞ്ഞിട്ടുള്ളതുമല്ല. ഏതിനും അധികാരിഭേദമുള്ളതുപോലെ ഇതിനുമുണ്ട് അധികാരിഭേദം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ശക്തി, ശേഷി എല്ലാവർക്കും കാണത്തില്ല. അങ്ങനെ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ആചാര്യന്മാര് പ്രവൃത്തിധർമ്മത്തെ ഉപദേശിച്ചിരിക്കുന്നത്. നീതി, ധർമ്മം, ന്യായം ഇവയോടുകൂടി, അതായത് നീതിബോധത്തോടെ, ന്യായത്തോടുകൂടി, ധർമ്മബോധത്തോടുകൂടി പ്രവൃത്തി മാർഗത്തിൽ ഒരാൾ കഴിയുക. ഇന്ദ്രിയ നിഗ്രഹത്തിന് അയാൾക്ക് ശേഷിയില്ല. ശേഷിയില്ലെങ്കിൽ അയാൾ ഗൃഹസ്ഥധർമ്മം സ്വീകരിക്കുക. ഗൃഹസ്ഥധർമ്മത്തിലെ നിയമങ്ങളെല്ലാം പരിപാലിച്ച് ജീവിക്കുമ്പോൾ അയാൾക്ക് ഇന്ദ്രിയ നിഗ്രഹത്തിനുള്ള ശക്തി വരണം. ബ്രഹ്മചര്യം, സന്യാസം ഇങ്ങനെയുള്ള വഴിക്ക് നീങ്ങാൻ ശക്തിയില്ലാത്തവൻ. അതിനുവേണ്ടിയിട്ടാണ് ഗൃഹസ്ഥധർമ്മം വച്ചിരിക്കുന്നത്. അതും ഇന്ദ്രിയ നിഗ്രഹത്തിനുള്ള പരിശീലനമാണത്. ആണെങ്കിൽ തന്നെയും ഇവിടെ പറയുന്നത് പോലെ സമ്യക് ഉപസംഹരണം, പൂർണ്ണമായിട്ടുള്ള ഇന്ദ്രിയ നിഗ്രഹം അവിടെ ആവശ്യമില്ല. ഇവിടെ ധാർമ്മികമായ ഇന്ദ്രിയ നിഗ്രഹം മതി. അതിനാണ് ധർമ്മത്തെ കൂടെ അവിടെ സ്വീകരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന സമ്യക് ഉപസംഹരണം എന്ന് പറയുന്നത് സർവർക്കും വേണ്ടി പറഞ്ഞിരിക്കുന്നതല്ല, അതിന് അധികാരികളായിട്ടുള്ളവർക്ക് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ഗൃഹസ്ഥന് വേണ്ടി പറയുന്ന ഇന്ദ്രിയ നിഗ്രഹം
അത് വേറെയാണ്. ബ്രഹ്മചാരിക്ക് പറയുന്ന ഇന്ദ്രിയ നിഗ്രഹം വേറെയാണ്. ബ്രഹ്മചാരി അനുഷ്ഠിക്കേണ്ടതായ ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത് അത് പൂർണ്ണമാണ്. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. അസ്മി ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധർമാനുഷ്ഠാനമായിട്ടാണ്, ഗൃഹസ്ഥ ധർമാനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ദ്രിയ നിഗ്രഹം വരുന്നത്. ഒരാൾക്ക് ബ്രഹ്മചര്യത്തിലേക്ക് പ്രവേശിച്ച് നേരെ സന്യാസത്തിലേക്ക് പോകുന്ന ഒരാൾ, അവിടെ കർശനമായ ഇന്ദ്രിയ നിഗ്രഹം ആവശ്യമാണ്. അതൊരാൾക്ക് കഴിയില്ല എന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാം. അതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമത്തിന് മുമ്പിൽ ബ്രഹ്മചര്യാശ്രമം എന്ന് പറയുന്ന ഒന്ന് വച്ചിരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ അയാളെ കൂടുതൽ പ്രലോഭിപ്പിക്കുന്നുണ്ടെങ്കിൽ, വിഷയഭോഗങ്ങൾക്കുള്ള ആഗ്രഹം മനസ്സിൽ ദൃഢമാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണം. അതിൽ പറഞ്ഞിട്ടുള്ള ധാർമ്മികമായ ജീവിതം നയിക്കണം. അങ്ങനെ ഇന്ദ്രിയ നിഗ്രഹം സാധിക്കും. രണ്ടു ഭാഗത്തായാലും ഇന്ദ്രിയ നിഗ്രഹം ഇന്ദ്രിയ ലാളനയല്ല. ഇന്ദ്രിയ നിഗ്രഹത്തിന് പക്വമായ ഒരു മനസ്സല്ല, തീരെ യോജിക്കാത്ത ഒരു മനസ്സാണ്. അങ്ങനെയുള്ള ഒരു മനസ്സിൽ ഈ പറയുന്ന സമ്യകായ ഉപസംഹരണം, പൂർണ്ണമായ ഇന്ദ്രിയ നിഗ്രഹത്തിന് ഒരാൾ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് മാനസികമായ സംഘർഷങ്ങളുണ്ടാകും. ആ മാനസിക സംഘർഷം ഒന്നുകിൽ അയാളെ അധപ്പതിപ്പിക്കും, മാർഗഭ്രംശം വരുത്തുകയാണ് ആ മാനസിക സംഘർഷം. അതിജീവിക്കുക, ആ സംഘർഷത്തെ അതിജീവിക്കുക പ്രയാസമാണ്. മനസ്സ് സംസ്കാരം അനുകൂലമല്ലെങ്കിൽ ഇന്ദ്രിയ നിഗ്രഹം ദുഷ്കരമാണ്. സംസ്കാരം അനുകൂലമായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇന്ദ്രിയ നിഗ്രഹം സാധ്യമാവൂ ഈ പറയുന്ന തരത്തിൽ. അല്ലെങ്കിൽ അയാൾ ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കും. മറിച്ചായാൽ അയാൾക്ക് മാർഗഭ്രംശം തീർച്ചയായും സംഭവിക്കും. ഇവിടെ പറയുന്ന ഇന്ദ്രിയ നിഗ്രഹത്തിന് ഒന്ന് പ്രധാനമായിട്ട് വേണ്ടത് സംസ്കാരാനുകൂലമായിരിക്കണം, അന്ധകരണശുദ്ധി ഉണ്ടായിരിക്കണം. പിന്നെ ഇവിടെ പറയുന്ന വിവേകം അതുണ്ടായിരിക്കും. അയാൾ ആർജിക്കുന്ന വിവേകം, സ്വയാർജിതമായ വിവേകം അതുണ്ടായിരിക്കും. സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കണം. ഇത്രയും എല്ലാം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സർവോപരി ഈശ്വരാനുഗ്രഹം വേണം. അത് വേറെ കാര്യം, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമാണ്. ഈ പറയുന്ന തരത്തിലുള്ള ഇന്ദ്രിയ നിഗ്രഹം സാധ്യമാകത്തുള്ളൂ. ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുമ്പോൾ കേവലം കാമവികാരത്തെ നിയന്ത്രിക്കുക എന്നുള്ളതല്ല. എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ നിന്നും മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും പിൻവാങ്ങലാണ് ആ ഇന്ദ്രിയ നിഗ്രഹം. അതിനാണ് ഉദാഹരണം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ജ്ഞാനനിഷ്ഠയിലുള്ള ഒരു യതിയുടെ ഇന്ദ്രിയ നിഗ്രഹത്തെക്കുറിച്ചാണ്. ചിത്തശുദ്ധി വന്ന് ജ്ഞാനം പ്രാപിച്ച് ആ ജ്ഞാനനിഷ്ഠയിൽ ജ്ഞാനപരിശീലനത്തിലിരിക്കുന്ന ഒരു യതി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ജ്ഞാനപരിശീലനത്തിലിരിക്കുന്ന ഒരു യതിക്ക് പോലും ഇന്ദ്രിയ നിഗ്രഹം കൂടി അഭ്യസിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു യതിയെപ്പോലും പ്രലോഭനങ്ങൾ കീഴ്പ്പെടുത്താം, അതിനുള്ള സാധ്യതയുണ്ട്. അതും പ്രാപ്തമാകുന്നു അവിടെ. അതുകൊണ്ടാണല്ലോ നിഗ്രഹത്തിന്റെ ആവശ്യം വരുന്നത്.
പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ അവിടെയും പ്രാപ്തമാകും. അപ്പോൾ അതിന് മുമ്പുള്ള അവസ്ഥകളിൽ പറയേണ്ട കാര്യമില്ല. ഒരു കർമ്മയോഗിയെ സംബന്ധിച്ച് അത് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഇന്ദ്രിയ നിഗ്രഹത്തിൽ ഇന്ദ്രിയ ലാളനയില്ല. ആശ്രമധർമ്മങ്ങൾ മുഖ്യമാണ്. ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഗൃഹസ്ഥാശ്രമധർമ്മം മുഖ്യം, ബ്രഹ്മചാരിയെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മാശ്രമധർമ്മം മുഖ്യം. അപ്പം ആശ്രമധർമ്മങ്ങളിൽ മുഖ്യമായും അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. പഴയകാലത്ത് ആചാര്യന്മാർ അത് നിർദ്ദേശിച്ചിരിക്കുന്നതിന് അതിന്റെ പ്രധാന ഉദ്ദേശം ഇന്ദ്രിയ നിഗ്രഹമാണ്. അതുകൊണ്ടാണ് ബ്രഹ്മചാരിയുടെ ആചരണങ്ങൾ ഇങ്ങനെയെല്ലാം ആയിരിക്കണം എന്ന് പറയുന്നത്. ഗൃഹസ്ഥന്റെ ആചരണം ഈ രീതിയിലായിരിക്കണമെന്ന് പറയുന്നത്. അവിടെയെല്ലാം ഇന്ദ്രിയ നിഗ്രഹമാണ്. അപ്പം ആശ്രമധർമ്മങ്ങളെ കർശനമായി പാലിക്കുക, അത് കാലോചിതമായ രീതിയിൽ. അത് ഇന്ദ്രിയ നിഗ്രഹത്തിന് കൂടിയേ തീരും. ആശ്രമധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ ആശ്രമം എന്ന് പറയുന്ന സങ്കല്പം തന്നെ. പക്ഷേ ബ്രഹ്മചര്യ ആശ്രമമല്ല, ബ്രഹ്മചാരികളും സന്യാസിമാരുമെല്ലാം താമസിക്കുന്ന ആശ്രമം. അത്തരം ആശ്രമങ്ങൾ തന്നെ ഇത്തരം ഈ പറയുന്ന ഇന്ദ്രിയ നിഗ്രഹങ്ങളും മറ്റും പരിശീലിക്കുന്നതിനുള്ള ഇന്നത്തെ സാഹചര്യങ്ങളാണ്. പഴയകാലത്ത് മനുഷ്യൻ വനത്തിൽ പോയിരുന്നു ഇത് പരിശീലിക്കും. ഇന്നതില്ല. അതുകൊണ്ട് മനുഷ്യർ ആശ്രമങ്ങളിലേക്ക് പോകും. അറിഞ്ഞോ അറിയാതെ, വല്ലതും അറിയാതെ പോകും, അറിഞ്ഞു പോകും. അപ്പോൾ ഇന്ദ്രിയ നിഗ്രഹത്തിന് സമൂഹ മധ്യത്തിൽ, സമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇന്ദ്രിയ നിഗ്രഹം വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് മനുഷ്യന് സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ആശ്രമം. അതാണ് മാറി നിൽക്കാനുള്ള ഒരു സ്ഥലം. ഗ്രഹം അതിന് പറ്റത്തില്ല. ഗ്രഹത്തിൽ നിന്നുകൊണ്ടത് സാധ്യമല്ല. എല്ലാ തരത്തിലുമുള്ള ഈ പറയുന്ന ഇന്ദ്രിയ നിഗ്രഹം അത് സാധ്യമല്ല. അപ്പോൾ ഗ്രഹം വിട്ടിട്ട് ആശ്രമത്തിലേക്ക് വരുന്നു. ആശ്രമത്തിൽ വന്നിട്ട് അവിടെ ആശ്രമധർമ്മത്തെ സ്വീകരിക്കുന്നു. ബ്രഹ്മചര്യ അല്ലെങ്കിൽ സന്യാസം എന്ന് പറയുന്ന ധർമ്മത്തെ സ്വീകരിക്കുന്നു. അപ്പം ആശ്രമത്തിൽ നിന്നുകൊണ്ട് താമസിച്ചുകൊണ്ട് പാലിക്കേണ്ട ധർമ്മമാണ് ആശ്രമധർമ്മം. ആശ്രമം എന്ന് പറയുന്നത് താമസിക്കുന്ന ഇടം. അത്തരം സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഒരാൾ ഇന്ദ്രിയ നിഗ്രഹത്തിന് ശ്രമിച്ചാൽ മാത്രമേ അത് കുറെയെങ്കിലും സാധ്യമാകൂ. ഗൃഹാന്തരീക്ഷം ഒരിക്കലും അതിന് പറ്റിയതല്ല. ഗൃഹാന്തരീക്ഷം ഗൃഹസ്ഥന്റെ ഇന്ദ്രിയ നിഗ്രഹത്തിന് പറ്റിയ സ്ഥലമാണ്. ഗൃഹസ്ഥൻ അവിടെ അത് അഭ്യസിക്കാം. ബ്രഹ്മചാരിക്കും സന്യാസിക്കും അത് പറ്റത്തില്ല. അവർക്ക് ഗ്രഹം വിട്ട് നിന്നാലേ പറ്റും, മാറി തന്നെ നിൽക്കും. ഇന്ദ്രിയ നിഗ്രഹം ശീലിക്കണമെന്നുള്ളത് ഗൃഹാന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഗൃഹസ്ഥനത് ശീലിക്കും. അങ്ങനെ ഒരു മാറിയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇന്നത് അഭ്യസിക്കേണ്ടി വരുന്നു. അവിടെ തന്നെ ചിത്തശുദ്ധിയെ നേടുക, വിവേകത്തെ ആർജിക്കുക. ഇത് രണ്ടും കൂടി ഉണ്ടായാലേ ഒരാൾക്ക് ഇന്ദ്രിയ നിഗ്രഹം സാധ്യമാകും. ഇത് രണ്ടും വേണം. നിരന്തരം വിവേകം ആർജിക്കണം, നിരന്തരം ചിത്തശുദ്ധിയെ നേടിയും വേണം. ഇത് രണ്ടും മുഖ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഇന്ദ്രിയ നിഗ്രഹം സാധ്യമാകും. ഇന്ദ്രിയ നിഗ്രഹത്തിന് ശ്രമിക്കുമ്പോൾ പറഞ്ഞല്ലോ സംഘർഷം ഉണ്ടാകുന്നു,
അതുകൊണ്ട് ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്നൊരു കാഴ്ചപ്പാടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വരാൻ കാരണം ഇത് രണ്ടിനും കുറവാണ്. ചിത്തശുദ്ധിയും വിവേകവും ഇല്ലാത്ത ഒരാള് സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് ഈ പറയുന്ന തരത്തിലുള്ള ഇന്ദ്രിയ നിഗ്രഹം ശീലിക്കുകയാണെങ്കിൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഘർഷമായിരിക്കും മാനസികമായ. അപ്പോൾ ഇന്ദ്രിയ നിഗ്രഹം കൊണ്ട് അയാൾക്ക് മനസ്സിന് സന്തോഷം, സംതൃപ്തി വരത്തില്ല. മറിച്ച് അയാൾക്ക് മിഥ്യാചാരനായി ജീവിക്കേണ്ടി വരും. അപ്പോൾ മുഖ്യമായി വേണ്ടത് ചിത്തശുദ്ധിക്ക് വേണ്ടി എന്തെല്ലാം സ്വീകരിക്കാമോ അതെല്ലാം സ്വീകരിക്കുക. വിവേകം ആർജിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അത് ചെയ്യുക. അത് ചെയ്തുകൊണ്ട് ഇന്ദ്രിയ നിഗ്രഹത്തിന് അധികാരിയായി തീരുക. എന്നിട്ട് ഇന്ദ്രിയ നിഗ്രഹം സാധ്യമാകും. അല്ലെങ്കിൽ ഇന്ദ്രിയ നിഗ്രഹത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ രചിക്കേണ്ടി വരും, പുതിയ പുസ്തകങ്ങൾ എഴുതേണ്ടി വരും, മറ്റു പലരും ചെയ്തിട്ടുള്ളതുപോലെ. ഇതെല്ലാം അപ്രായോഗികമാണ് എന്ന് പറയേണ്ടി വരും. അത് ശരിയാണ്. ഇത് അധികാരികൾക്ക് മാത്രമേ ഇത് പ്രായോഗികമാകത്തുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ മുഖ്യമായിട്ടുള്ള കാര്യം. അനധികാരിയായ ഒരുവന് ഒരിക്കലും ഇന്ദ്രിയ നിഗ്രഹം പ്രായോഗികമല്ല. ഇന്ദ്രിയ ലാളനം ഒന്നും ശരിയല്ല. അവിടെ പിന്നെ ധർമ്മോചിതമായി ഗൃഹസ്ഥധർമ്മം അത് സ്വീകരിക്കുക, അതിലെ നിയമങ്ങളും നിയന്ത്രണങ്ങളും അനുസരിച്ച് ജീവിക്കുക. അല്ലാതെ ഗൃഹസ്ഥനായതുകൊണ്ട് മാത്രം ആയില്ല, വിവാഹം കഴിച്ച് ജീവിച്ചതുകൊണ്ട് മാത്രമാണ്. ഈ ഭാഗത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നിടത്തൊരു വ്യാഖ്യാത എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് പേര് സന്യാസിമാര് അതിനുള്ള യോഗ്യതയില്ല, സന്യാസത്തിനുള്ള യോഗ്യതയില്ലാതെ സന്യാസ മാർഗത്തിലേക്ക് വരികയും അവര് സന്യാസധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കാതെ വരുന്നതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം. ഇതിന്റെ ഒരു വ്യാഖ്യാതം എഴുതിയിട്ടുണ്ട്. വളരെയധികം പേര് ഈ മാർഗത്തിലേക്ക് വരുന്നു. അവർക്ക് ഇന്ദ്രിയ നിഗ്രഹം പോലെയുള്ള കാര്യങ്ങൾ അപ്രായോഗികമായി തീരുന്നു. അത് ഈ രാജ്യത്തിന്റെ വലിയൊരു ശാപമാണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ എഴുതിയ ആൾ വേറൊരു കാര്യം മറന്നു. ഈ ഒരുവൻ ഇത്തരം ഒരു മാർഗത്തിലേക്ക് വന്നു അയാൾക്ക് മിഥ്യാചാരനായി ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ശാപം ആ വ്യക്തിയെ സംബന്ധിച്ചാണ്. അത് കഴിഞ്ഞ് പിന്നെ രാജ്യത്തിനെ സംബന്ധിച്ച് വരുന്നത്. പക്ഷെ ഈ രാജ്യത്തിന് ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് അതല്ല. ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം വരുത്തുന്ന ശാപമാണ്. അതായത് ഗൃഹസ്ഥധർമ്മത്തിലേക്ക് വരികയും ഗൃഹസ്ഥധർമ്മം എന്താണെന്ന് അറിയാതെ ജീവിക്കുകയും ചെയ്യുന്ന ഗൃഹസ്ഥന്മാരാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം. മറ്റവരെ എണ്ണത്തിൽ കുറവാണ്, അതുകൊണ്ട് ആ ശാപത്തിന് ശക്തി കുറവാണ്. ഇതങ്ങനെയല്ല. കാരണം ഇത്രയും സന്യാസിമാരെ സൃഷ്ടിച്ചുവിട്ട ശാപം കൂടി അവർക്കാണ്. ഇത്രയും എണ്ണത്തിന് ആരാ സൃഷ്ടിച്ചുവിട്ടത്? അത് ഈ ഗൃഹസ്ഥന്റെ പണിയാണ്. എന്തുകൊണ്ട്? ഗൃഹസ്ഥധർമ്മം ശരിയായി അനുഷ്ഠിക്കാത്തതുകൊണ്ടാണ് ഇത്രയും ശാപങ്ങളെ അവർ സൃഷ്ടിച്ചത്. അപ്പോൾ ആ ശാപം കൂടി അവരെടുക്കേണ്ടി വരും. അപ്പോൾ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഗൃഹസ്ഥധർമ്മം അറിയാത്ത ഗാർഹസ്ഥ്യം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഗൃഹസ്ഥന്മാരാണ്. അവരാണ് ഇത്രയും സന്യാസിമാരെ സൃഷ്ടിച്ചുവിട്ടതും. അതിന്റെ ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ട്.
അത് ഈ വ്യാഖ്യാനം എഴുതിയ ആൾ ഗൃഹസ്ഥനായതുകൊണ്ട് അദ്ദേഹം അത് ചിന്തിച്ചില്ല. അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാതെ പോകും. അപ്പോ എന്നുവെച്ചാൽ ആരെങ്കിലും സന്യാസി മോശമെന്നോ ഗൃഹസ്ഥൻ മോശമെന്നോ എന്ന് പറയുന്നതല്ല മുഖ്യം. ഗൃഹസ്ഥനായാലും സന്യാസിയായാലും അവന്റെ ധർമ്മം അനുഷ്ഠിക്കണം. ധർമ്മം അനുഷ്ഠിച്ച ആരായാലും ശ്രേഷ്ഠം തന്നെ. ധർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിൽ ആരായാലും അവരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. അപ്പം നമ്മുടെ സമൂഹത്തിൽ 99% ഗൃഹസ്ഥധർമ്മത്തിൽ പ്രവേശിച്ചിരിക്കുന്നവരാണ്. ആ ഗൃഹസ്ഥധർമ്മത്തിന്റെ അധപ്പതനമാണ് സമൂഹത്തിന്റെ അധപ്പതനം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന ഇന്ദ്രിയ നിഗ്രഹവും മറ്റും അത്തരം കാര്യങ്ങളെക്കുറിച്ച് സമൂഹത്തിന് അറിയത്തേയില്ല. ആ ധർമ്മത്തെക്കുറിച്ച് ആർക്കും ബോധമില്ല. എന്നാലും അത്തരം ഒരു ധർമ്മത്തിൽ മനുഷ്യൻ ജീവിക്കുന്നു. അതാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം. അല്ല കുറച്ചുപേര് 100-100 പേര് കാവ്യ എടുത്തുകൊണ്ട് നടക്കുന്ന എൻ്റെ സമൂഹത്തിന് ശാപമായി വന്നിരിക്കുന്നു. അവരെ കൊണ്ട് വലിയ ദോഷവുമില്ല, വലിയ ഗുണവുമില്ല. മറ്റതങ്ങനെയല്ല, സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗൃഹസ്ഥധർമ്മം മനുഷ്യനറിയാതിരിക്കുന്നതാണ്. അപ്പൊ ഏത് ധർമ്മത്തിലായാലും ശരി ഈ പറയുന്ന ഇന്ദ്രിയ നിഗ്രഹം അനധികാരിയാണ് അതനുഷ്ഠിക്കുന്നതെങ്കിൽ അവർക്ക് സംഘർഷം ഉണ്ടാക്കും. അതുകൊണ്ട് ബ്രഹ്മചര്യത്തിലേക്ക് അല്ലെങ്കിൽ സന്യാസത്തിലേക്ക് ഒരാൾ കടന്നിട്ട് അത് ഇന്ദ്രിയ നിഗ്രഹം ഒരാവേശം കൊണ്ട് കടന്നു, ഇന്ദ്രിയ നിഗ്രഹം ഈ പറയുന്ന രീതിയിൽ അയാൾ ശീലിച്ചു നോക്കി, അത് സാധ്യമാകുന്നു. ഉടൻ തന്നെ പുതിയ പുസ്തകം എഴുതുകയല്ല വേണ്ടത്. സാധാരണ ചെയ്യുന്നത് ഒരാളിങ്ങനെ വരുന്നു, ഇത് പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ പുതിയ പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുക, പുതിയ ബ്രഹ്മചര്യം, പുതിയ സന്യാസം. അതല്ല വേണ്ടത്. ഇതിനെ തന്നെ മനസ്സിലാക്കുക, ഇവിടെ എന്താണ് നമുക്ക് ഈ തകരാറ് പറ്റുന്നത്. സന്യാസിയും ബ്രഹ്മചാരിയൊക്കെ സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് അയാൾക്ക് വീഴ്ചകൾ സംഭവിക്കുന്നത്? സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ പ്രഥമമായിട്ട് വേണ്ട ഒരു ഗുണമാണ് ആർജവം. അതുള്ളവനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ആർജവത്തോടുകൂടി ചിന്തിക്കണം. എന്തുകൊണ്ട് ഇത്തരം പതനങ്ങൾ സംഭവിക്കുന്നു? അനധികാരിത്വം തന്നെ. അവനെ അധികാരിയല്ല, അധികാരിയല്ലാത്ത പ്രവർത്തിക്കുമ്പോൾ പതനം സംഭവിക്കും. അപ്പൊ അധികാരിത്വത്തെ സമ്പാദിക്കുന്നതിന് വേണം ആദ്യം ശ്രമിക്കേണ്ടത്. അതാണ് മനഃശുദ്ധിയും വിവേകവും എന്നെല്ലാം പറയുന്നു. അപ്പൊ അതിന്റെ കുറവുകൊണ്ടാണ് ഇന്ദ്രിയ നിഗ്രഹം സംഘർഷത്തെ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഈ ആശയം പഴഞ്ചനായതുകൊണ്ടോ ഇതുപദേശിച്ച ആചാര്യന്മാർക്ക് മനഃശാസ്ത്രം അറിയാത്തതുകൊണ്ടോ ഒന്നുമല്ല. അതിൽ പ്രവർത്തിക്കുന്നവൻ അതിന് യോഗ്യനാകാത്തവൻ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു? പലർക്കും സന്യാസം എന്നൊക്കെ പറയുന്നതന്നെ ഒരു പ്രലോഭനമാണ്, ഒരാവേശവും പ്രലോഭനമാണ്. അങ്ങനെ അതിലേക്ക് വന്നു ചാടുന്നു. സാധനങ്ങൾ അനുഷ്ഠിക്കാത്തതുകൊണ്ട് ഒരിക്കലും സ്വന്തം യോഗ്യതയെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതനുഷ്ഠിക്കുന്നവന് തന്റെ അധികാരിത്വത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നുള്ളൂ. അന്നും ഒരിക്കലും ചിന്തിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഇന്ദ്രിയ നിഗ്രഹം ബാഹ്യമായി വേഷങ്ങൾ മാറുന്നുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയ നിഗ്രഹം വരുന്നില്ല. അപ്പോൾ ആ ബാഹ്യമായ വേഷങ്ങൾ സ്വീകരിച്ച് ബ്രഹ്മചാരി അല്ലെങ്കിൽ സന്യാസിയാകുമ്പോൾ തന്നെ ആന്തരികമായി അധപ്പതനം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആർജവം നഷ്ടപ്പെടും. ആർജവത്തോടുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു മാർഗത്തിൽ പോകാൻ കഴിയത്തില്ല. അപ്പോൾ ആർജവം നഷ്ടപ്പെടും. നഷ്ടപ്പെടുമ്പോൾ പിന്നെ സമൂഹത്തിന് മുമ്പിൽ അങ്ങനെയൊക്കെയാണെന്ന് ഭാവിക്കാൻ ശ്രമിക്കും. സന്യാസിയാണ്, ബ്രഹ്മചാരിയാണെന്നൊക്കെ ഭാവിക്കാൻ ശ്രമിക്കും. ഇല്ലാത്ത പലതും ഉണ്ടെന്ന്
സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ച് ജീവിച്ചു പോകും. അത് മിഥ്യാചാരത്വം എന്ന് പറയും. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ ഇന്ദ്രിയ നിഗ്രഹം അല്ല ആദ്യം ചെയ്യേണ്ടത്, മനഃശുദ്ധിയും വിവേകവും എല്ലാം ആർജിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിൽ നിന്നുകൊണ്ട് ഇന്ദ്രിയ നിഗ്രഹത്തെ സാധിക്കാൻ ശ്രമിക്കുക. മുഖ്യമായും അതിനനുകൂലമായ സാഹചര്യങ്ങളിൽ കഴിയുക. ഒരിക്കലും തന്നെ പരീക്ഷണ വസ്തുവാക്കാൻ ശ്രമിക്കാതിരിക്കുക ഒരു കാരണവശാൽ. ഇവിടെ പറയുന്നു, ജ്ഞാനനിഷ്ഠന് പോലും ഇന്ദ്രിയാണി പ്രമാധീനി, ഇന്ദ്രിയങ്ങൾ അവന്റെ മനസ്സിനെ ഉലയ്ക്കുമെന്നാണ്. അപ്പോൾ പിന്നെ സാധാരണക്കാരന്റെ ഒരു സാധകന്റെ കാര്യം പറയാനുണ്ട്. ഒരിക്കലും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പോയി പരീക്ഷണങ്ങൾക്ക് ഒരുമ്പെടാതിരിക്കുക, അനുകൂലമായ സാഹചര്യങ്ങൾ നിൽക്കുക. സദാസമയവും മനസ്സ് സത്സംഗത്തിലിരിക്കുക. ബാഹ്യമായി സത്സംഗത്തിൽ സദാസമയം ഇരിക്കാൻ സാധ്യമല്ല. വ്യവഹാരമണ്ഡലത്തിൽ നിൽക്കുന്നവർക്ക് മനസ്സുകൊണ്ട് സദാസമയം സത്സംഗത്തിലിരിക്കുക. സദാസമയം വിവേകത്തെ ആർജിക്കുക. സദാസമയം മനസ്സിന്റെ ആർജവത്തെ പുലർത്തുക. ഒരിക്കലും വീഴ്ചകളെ ന്യായീകരിക്കാതിരിക്കുക. അതാണ് ആർജവം എന്ന് പറയുന്നത്. മാർഗത്തിൽ സഞ്ചരിക്കുന്നവന് വീഴ്ച സ്വാഭാവികമാണ്. ഏത് മാർഗത്തിൽ സംഭവിക്കും. അതുപോലെ ഈ മാർഗത്തിൽ സംഭവിക്കുന്നവനും സ്വാഭാവികമായും വീഴ്ചകൾ പറ്റും. ഒരാള് സന്യാസിയായി അല്ലെങ്കിൽ ബ്രഹ്മചാരി ആയതുകൊണ്ട് അയാൾ അതീന്ദ്രിയനായി എന്നുള്ള സങ്കല്പമൊന്നും ആർക്കും വേണ്ട. അപ്പോൾ അയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിലപ്പോൾ അയാൾക്ക് മുന്നേറാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അതിന് പതനങ്ങൾ സംഭവിക്കാം. പക്ഷെ അങ്ങനെ പതനങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെയൊക്കെ വളരെ ആർജവത്തോടുകൂടി അതിനെ തിരിച്ചറിഞ്ഞ് അതിന് ആർജവത്തോടുകൂടി അതിനെ മനസ്സിലാക്കുക, അതിനെ മാറ്റാൻ ശ്രമിക്കും. അല്ല അതിനെ മൂടിവെച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് ഭാവിക്കാതിരിക്കുക. ഭക്തന്മാരുടെ മുമ്പിൽ അവനവന്റെ മുമ്പിൽ ഭാവിക്കാൻ പറ്റത്തില്ലല്ലോ. മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ ഭാവിക്കാതിരിക്കുക. മറിച്ച് അതിനെ പരിശോധിച്ചതിനെ എവിടെയാണ് തനിക്ക് വീഴ്ച പറ്റുന്നത്, എവിടെയാണ് വീഴ്ച പറ്റിയത്, അതിന് സ്വയം തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ ചെയ്യും. ആ മാറ്റുന്നതിന് ഇത് രണ്ടുമാണ് വേണ്ടത്, വിവേകവും മനഃശുദ്ധിയും. അത് രണ്ടും കൊണ്ട്. അപ്പൊ ഇത് അതിന്റെ അർഹിക്കുന്ന ഗൗരവത്തിന്റെ വിഷയത്തെ എടുക്കുക. ഇത് നിസ്സാരമായൊരു കാര്യമല്ല. ഇന്ദ്രിയ നിഗ്രഹം ഋഷിമാർക്ക് കൂടി അസാധ്യമായ കാര്യമാണ്. അത് സാധാരണ മനുഷ്യൻ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനെ ഒരു നിസ്സാരമായൊരു കാര്യമായി സ്വീകരിക്കാതിരിക്കുക. അങ്ങനെ വന്നാൽ മാത്രമേ ഇവിടെ പറയുന്ന ഈ സമ്യക് ഉപസംഹരത്തെ എന്ന് പറയും. അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കും പറയും, ഒരു യതി, സന്യാസി അല്ലെങ്കിൽ ബ്രഹ്മചാരി, അത് രണ്ടും ഒന്ന് തന്നെയാണ്. വ്യത്യാസം നമ്മൾ വേഷം കൊണ്ട് വേർപെടുത്തുന്നതാണ്. അപ്പോൾ അതായത് ഞാൻ യതി സന്യാസി എന്ന് പറയുമ്പോൾ ഞാൻ സന്യാസം സ്വീകരിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കിത് ബാധമല്ല എന്നാലും തിരിച്ചളയരുത്. യതി എന്ന് പറയുന്നത് തന്നെ ബ്രഹ്മചാരി, ബ്രഹ്മചാരി എന്ന് പറയുന്നത് തന്നെ യതി. അതിന് വ്യത്യാസമാണ്. അപ്പം അങ്ങനെ ഒരാൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ മുഖ്യമായി ഒന്നും വേണ്ടത് സാഹചര്യം അനുകൂലമായിരിക്കുക. സാഹചര്യം അനുകൂലമാകുന്നതിന് വേണ്ടിയിട്ടാണ് അയാൾ സമൂഹത്തിൽ നിന്ന് മാറി ആശ്രമങ്ങളിലേക്ക് മറ്റും വരുന്നത്. പക്ഷെ ആശ്രമത്തിൽ ഇരുന്നാലും അയാൾക്ക് വീണ്ടും സമൂഹത്തിലേക്ക് പോകേണ്ടി വരും. കാലത്തിന്റെ കാലവൈപരീത്യം എന്ന് പറയാം. വീണ്ടും സമൂഹത്തിന്റെ മധ്യത്തിൽ ചെല്ലുന്നു. അപ്പൊ സമൂഹത്തിന്റെ മധ്യത്തിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ വീണ്ടും പ്രലോഭനങ്ങളുടെ മധ്യത്തിലേക്ക് ചെല്ലുന്നു.
അങ്ങനെ ചെല്ലുന്ന സന്ദർഭങ്ങളിൽ വീണ്ടും മനസ്സും ഇന്ദ്രിയങ്ങളും ദുർമാർഗത്തിലേക്ക് പോവാം. ഉള്ളിലിരിക്കുന്ന ദുർവാസനകൾ വീണ്ടും ശക്തമാകാം. ഇത് ദുർവാസനകളെ ജയിക്കുന്നതിനുള്ള ഒരു ഉപായമാണ് ഇന്ദ്രിയ നിഗ്രഹം. ആ ദുർവാസന വീണ്ടും ശക്തമാകും. അപ്പൊ സമൂഹത്തിലേക്ക് പോകുന്നവൻ, അതായത് പ്രതികൂല സാഹചര്യത്തിലേക്ക് പോകുന്നവന് ആ സാഹചര്യത്തിൽ ആ പ്രതികൂലതകളെ അതിജീവിക്കുന്നതിനുള്ള ശക്തി വേണം, മനസ്ഥൈര്യം വേണം. ആ മനസ്ഥൈര്യം നഷ്ടപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത്തരം രംഗങ്ങളിൽ നിന്ന് പിൻവലിക്കുക, അതേ ഉള്ളൂ മാർഗം. സമൂഹത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഉടനെ അവിടെ പ്രലോഭനങ്ങൾ വരും മനസ്സിൽ. അപ്പോൾ ആ പ്രലോഭനങ്ങളിൽ നിന്ന് അവൻ പിൻവലിയുക, അതിനാണ് ആശ്രമങ്ങളെന്ന് പറയുന്നത്. അവിടെ അനുകൂലമായ സാഹചര്യങ്ങളായിരിക്കും, പ്രലോഭനങ്ങൾ വരാൻ പാടില്ല. ആണ് പഴയകാലത്ത് യതിചര്യ എന്ന് പറയുന്നത്. അതായത് കർശനമായ നിയന്ത്രണങ്ങളും ചിട്ടകളും സ്വന്തം ജീവിതത്തിലുണ്ടായിരിക്കുക. അതിന് വളരെ കൂടിയ തീരും ഇന്ദ്രിയ നിഗ്രഹത്തിന്. ഇന്നത്തെ കാലത്ത് അപ്രായോഗികം ആയ പല നിഷ്ഠകളും പണ്ട് പറഞ്ഞിരുന്നല്ലോ സന്യാസിമാർ. ആ നിഷ്ഠകൾ ഇന്നത്തെ കാലത്തിന് യോജിച്ച രീതിയിൽ അത് നിഷ്ഠകൾ അതിന്റെ മൂല്യത്തിൽ അതിനെ ഉൾക്കൊള്ളുകയും പരിപാലിക്കുകയും വേണം, എന്നാലേ കഴിയും. സ്വന്തം ജീവിതത്തിന് സ്വയം തന്നെ കർശനമായ ചട്ടങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയേ പറ്റും. എന്നാലേ ഈ പറയുന്ന തരത്തിലുള്ള, ഇവിടെ യതിയുടെ ഭാഷകാരൻ പറയും, പ്രത്യേകിച്ച് യതിയുടെ സന്യാസിയുടെ ഇന്ദ്രിയ നിഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സന്യാസിമാരും ബ്രഹ്മചാരികളും തന്നെ അവരുടെ ജീവിതത്തിൽ ലക്ഷ്മണരേഖകൾ ഉണ്ടായിരിക്കണം. അതായത് ലക്ഷ്മണരേഖ എന്ന് വെച്ചാൽ രേഖ മറികടന്ന തീ പിടിക്കും, കത്തിപ്പോവും. അങ്ങനെയുള്ള രേഖകൾ സ്വയം വരച്ച് നിയന്ത്രിച്ച് ജീവിച്ചാലേ ഒരു മിഥ്യാചാരനല്ലാതെ ജീവിക്കാൻ പറ്റും. അങ്ങനെ അല്ലാതെ ഈ ലക്ഷ്മണരേഖകൾ മറികടന്നുള്ള ജീവിതമാണെങ്കിൽ വേഷത്തിൽ മാത്രമേ ഇതാകാൻ പറ്റൂ. അല്ലെങ്കിൽ ആൾ മിഥ്യാചാരൻ തന്നെ ആയിപ്പോകും, യാതൊരു സംശയം വേണം. അങ്ങനെ ഒരു മനസ്സിന്റെ നിയന്ത്രണം മനുഷ്യ ശരീരത്തോടു കൂടിയിരിക്കുന്ന ആർക്കും കിട്ടത്തില്ല. ബാഹ്യമായ നിയന്ത്രണങ്ങളില്ലാതെ ഒരിക്കലും കിട്ടത്തില്ല. അങ്ങനെ ഉണ്ടെന്നാരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് വെറും പാഴ്വാക്കാണ്. ബാഹ്യമായ ചട്ടങ്ങളും നിയന്ത്രണങ്ങളും ജീവിതത്തിൽ കർശനമായി സ്വീകരിക്കാത്ത ഒരാളിന് ആന്തരികമായ മനോനിഗ്രഹം ഒരിക്കലും ഉണ്ടാകത്തില്ല. കുറച്ചു കാലം ജപിച്ചെന്നോ ധ്യാനിച്ചെന്നോ എന്തെങ്കിലും അഭ്യാസങ്ങൾ കാണിച്ചെന്നോ ഗീത പഠിച്ചെന്നോ എന്ന് വിചാരിച്ച് ഒരു കാരണവശാലും മനോനിഗ്രഹം, ഇന്ദ്രിയ നിഗ്രഹം സാധ്യമേ അല്ല. അത് സാധ്യമാവണമെങ്കിൽ അയാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ കർശനമായ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഏർപ്പെടുത്തണം. പ്രത്യേകിച്ചും ഇത്തരം സന്യാസി സമൂഹങ്ങൾ മറ്റും. അങ്ങനെയല്ല അപ്രമാദന്മാരാണെന്ന് സ്വയം അവകാശപ്പെട്ട് അങ്ങനെ ഒരു സമൂഹം പോവുകയാണെങ്കിൽ ഇതെല്ലാം നശിച്ച് നാമാവശേഷമായി തീരും. ബുദ്ധമതത്തിനും മറ്റും സംഭവിച്ചതാണ്. ബുദ്ധമതത്തിനും മറ്റും ആയിരക്കണക്കിന് ഭിക്ഷുക്കളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഭാഷ്യകാരൻ ആദ്യം പറയുന്നുണ്ടോ,
ദീർഘേണ കാലേന ദീർഘകാലമായി അനുഷ്ഠിച്ചു വന്നപ്പോൾ കാമോദ്ഭവ ദുർവാസനകൾ പെരുകി സമൂഹത്തെ ബാധിച്ചു. അതൊരു വ്യക്തിയിൽ ബാധിച്ചു കഴിഞ്ഞാൽ പകർച്ചവ്യാധി പോലെ ഒരു സമൂഹത്തിൽ ബാധിക്കും. ഒരുത്തൻ നശിച്ചാൽ എല്ലാവരും നശിക്കും, ഒരുത്തൻ നന്നായാൽ എല്ലാം നന്നായും. ഒരു സമൂഹത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അവസാനം ഇത്തരം നമ്മളീ പറയുന്ന ആശ്രമങ്ങളും മറ്റുള്ള സമൂഹത്തിൽ വരും പ്രഹസനങ്ങളായി മാറും. അങ്ങനെയാണ് ബുദ്ധമതം നശിച്ചുപോയത്. കാരണം ഇതിൽ അലംഭാവം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ചട്ടങ്ങളും നിയന്ത്രണങ്ങൾക്കുമെല്ലാം സന്യാസ ജീവിതത്തിൽ സന്യാസി പാലിക്കേണ്ടതായ ചട്ടങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും എല്ലാം അയവ് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് സന്യാസ ജീവിതത്തെ നശിപ്പിക്കും, ഈ സന്യാസ പ്രസ്ഥാനങ്ങൾ നശിപ്പിക്കും, സമൂഹത്തിൽ ഇതെല്ലാം പരിഹാസമായി തീരുകയും ചെയ്യും. ഏറ്റവും വലിയൊരു വിപത്തായി അത് മാറും. അങ്ങനെ അതിനുദാഹരണമുണ്ട് നമ്മുടെ രാജ്യത്തിൽ തന്നെ. അതുകൊണ്ട് സന്യാസത്തിന് പുതിയ വ്യാഖ്യാനം എഴുതിയതുകൊണ്ടോ പുതിയ പ്രഭാഷണം സംഘടിപ്പിച്ചുകൊണ്ടോ ഒന്നും ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ ഒക്കത്തില്ല. ഇതിന് ഈ പഴയ രീതി സ്വീകരിച്ചേ പറ്റും. കർശനമായ നിഷ്ഠയുള്ള ജീവിതചര്യകൾ സന്യാസിമാർ സ്വീകരിക്കാതെ ഇന്ദ്രിയ നിഗ്രഹം സാധ്യമല്ല. ഇപ്പൊ സമൂഹത്തിലേക്ക് ഇറങ്ങി സന്യാസി പ്രവർത്തിക്കുന്നത് ഏറ്റവും അപകടം പിടിച്ച ഒരു കാര്യമുണ്ട്. തീക്കളിയാണ്. എങ്ങനെ അവന്റെ വ്യക്തി ജീവിതത്തെ ഏത് നിമിഷവും അത് നശിപ്പിക്കാം, ഏത് നിമിഷവും അവനത് പതിപ്പിക്കാം. വളരെ സ്പഷ്ടമാണ്. കാരണം സമൂഹം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളോ നിയമങ്ങളോ ഒന്നുമില്ലാത്ത സമൂഹമാണ്. മനുഷ്യ മനസ്സെന്ന് പറയുന്നത് കാമക്രോധാദികൾ നിറഞ്ഞതാണ്. അത്തരൊരു സമൂഹത്തിലേക്ക് ഒരാൾ ഒരു യതി ഇറങ്ങി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ദോഷങ്ങൾ തീർച്ചയായും ബാധിക്കും. അത് ബാധിക്കുന്നവനെ തീർച്ചയായും അത് പതിപ്പിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും വയ്യ. സമൂഹത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ടിയും വരും. അപ്പോൾ പിന്നെ അവന് ചെയ്യാമെന്നുള്ളത് മനസ്സിന്റെ തന്നെ മറ്റുള്ളവർക്കറിയാൻ പറ്റത്തില്ല. ബാഹ്യമായി കർശനമായ നിയന്ത്രണങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. പ്രലോഭിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒരുവനെ സ്വയം മാറ്റി നിർത്തുന്ന നിയമനിഷ്ഠകൾ ഒരാൾ പാലിക്കുക. അങ്ങനെ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾക്കോ ഇത്തരം കാര്യങ്ങൾക്കൂടെ ചിന്തിക്കുന്നതിനോ യാതൊരു അർത്ഥവും. ഇതെല്ലാം വെറും പാഴ്വേലയായിത്തീരും. ഇന്ദ്രിയ നിഗ്രഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നു എന്ന് വിചാരിച്ച് അതൊന്നും ഇന്ദ്രിയ നിഗ്രഹത്തിന് ഉതകത്തില്ല. സാഹചര്യം മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് ഇതെല്ലാം വ്യർത്ഥമായിരിക്കും. അപ്പോൾ സാഹചര്യങ്ങളാണ് മുഖ്യം. അവിടെയുള്ള ആത്മനിയന്ത്രണവും. ആത്മനിയന്ത്രണം എന്ന് വെച്ചാൽ മനസ്സിൽ കൊണ്ടുള്ള നിയന്ത്രണമല്ല, ബാഹ്യമായ നിയന്ത്രണം. ആ ബാഹ്യമായ നിയന്ത്രണം അത് കർശനമായി ശീലിച്ചേ പറ്റും. ആ ബാഹ്യമായ നിയന്ത്രണം ഒരാൾക്ക് ശീലിക്കാൻ പറ്റുന്നില്ലേ, അയാൾ നേരെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകും. സന്യാസാശ്രമത്തിലോ ബ്രഹ്മചര്യാശ്രമത്തിലോ ഒന്നും അധപ്പതിക്കുന്നതിന് നല്ലത് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഇത് നമ്മൾ വെറുതെ ചർച്ച ചെയ്തുകൊണ്ട് പ്രയോജനമില്ല. ഇത് ചർച്ച ചെയ്യുമ്പോൾ മുഖ്യമായിട്ട് വേണ്ടത് ഇതാണ്. ഒരാൾ ഇത് അനുഷ്ഠിക്കാൻ തയ്യാറാകുക. അനുഷ്ഠിക്കാൻ തയ്യാറാകണമെങ്കിൽ അയാൾ സ്വയം നിയന്ത്രണങ്ങൾ സ്വയം ഏർപ്പെടുത്തി മാത്രം സമൂഹത്തിനോട് ബന്ധപ്പെടാൻ ശ്രമിക്കുക. അതായത് സമൂഹത്തിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. സമൂഹത്തെ
നന്നാക്കാൻ എന്നുള്ള ഭാവത്തിൽ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് നശിച്ചു പോകാതിരിക്കാൻ ശ്രമിക്കുക. സമൂഹത്തെ നന്നാക്കാനായിട്ട് ഒരാൾ ഇറങ്ങുമ്പോൾ, ഒരു സന്യാസി ഇറങ്ങുമ്പോൾ, സമൂഹം നന്നാകുന്നതിനുള്ള ഒരു ചാൻസും അയാൾ നശിക്കുന്നതിനുള്ള 99% ചാൻസുമാണെന്ന് എപ്പോഴും മനസ്സിൽ ധരിച്ചുകൊള്ളുക. 99% അയാൾ നശിക്കുന്നതിനാണ് ചാൻസ് ഉള്ളത്. 1% സമൂഹം നന്നാവുന്നതിനുള്ള ചാൻസുമുണ്ട്. ഇതെപ്പോഴും മനസ്സിലിരുന്നു കഴിഞ്ഞാൽ മാത്രമേ. കാരണം നമ്മളെല്ലാം ഏറെ പേരും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നവരാണ്. കാരണം ഇന്ദ്രിയ നിഗ്രഹം അത്രയും കഠിനമായൊരു കാര്യമാണ്. പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് അതൊരിക്കലും സാധ്യമല്ല, ഇതുവരെ ആരും സാധിച്ചിട്ടുമില്ല. അനുകൂലമായ സാഹചര്യങ്ങളിലേ അത് സാധ്യമാകും. അത് വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അല്ല, ഇത് കാണാതെ പിടിച്ചു വയ്ക്കേണ്ട ശ്ലോകങ്ങളല്ല ഇത്. യഥാ സംഹരതേ സമ്യക് ഉപസംഹരതേ ചായം ആര് ജ്ഞാനനിഷ്ഠായ പ്രവൃത്തോ യതി, ജ്ഞാനനിഷ്ഠയിൽ പ്രവർത്തിക്കുന്ന യതി എന്നർത്ഥം. എങ്ങനെ? കൂർമഃ അംഗാനിവ യഥാ കൂർമഃ ഭയാസ്വാനി അംഗാനിവ സംഹരതി. ഒരു നല്ല ഉദാഹരണം കൊടുക്കുന്നു. കൂർമ്മം ആമ ഭയം കൊണ്ട്, ശത്രുഭയം കൊണ്ട് എങ്ങനെയാണോ സ്വാംഗങ്ങൾ ഉപസംഹരിക്കുന്നത്, സർവശഃ സർവതഃ എല്ലാ ഭാഗത്തു നിന്നും. ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാം. ആമയ്ക്ക് ശത്രുഭയം തോന്നിക്കഴിഞ്ഞാൽ അതിന് നല്ല ബലമായൊരു ആവരണമുണ്ട്, ആമയുടെ തോട്. അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ കൈയും കാലും തലയും എല്ലാം വലിച്ച് സുരക്ഷിതമായിട്ടിരിക്കാം. പക്ഷേ ഇവിടെ പറയുന്ന യതിയിലിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ഉള്ളിലേക്ക് വലിച്ചു വെച്ച് ഇരിക്കാനുള്ള ആമത്തോടെ യതിക്കില്ല. എങ്ങോട്ടാ വലിക്കുന്നത്? ആമയുടെ കൈയും കാലും വലിക്കുന്നത് പോലെ കണ്ണും മൂക്കൊന്നും ഉള്ളിലേക്ക് വലിക്കാൻ ഒക്കത്തില്ല. വലിച്ചാൽ ശരി. അപ്പൊ പിന്നെ ഇവിടെ എന്താണ് യതി ചെയ്യുന്നത്? അതാണ് യതി ചര്യ എന്ന് പറയുന്നത്. ബാഹ്യമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. അതായത് നിരങ്കുശന്മാരാകാൻ പാടില്ല യതിമാര്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാഹ്യമായ നിയന്ത്രണങ്ങൾ, ചട്ടകൾ ഏർപ്പെടുത്തുക. ഇന്നതാകാം ഇന്നതരുത് എന്ന് കരുതി ആമസ്വന്തം ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വരുമ്പോൾ യതി എന്ത് ചെയ്യുന്നു? അത്തരം സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു, ബാഹ്യ സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു. അപ്പോൾ ചിലർ ചോദിക്കും, അങ്ങനെ ബാഹ്യമായ സാഹചര്യങ്ങളിൽ നിന്നും മാറിയാലും വീണ്ടും മനസ്സിലുണ്ടല്ലോ. അതിനെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യുന്നുണ്ട്. ബാഹ്യമായ സാഹചര്യങ്ങളിൽ നിന്നും മാറിയാലും മനസ്സിൽ നിൽക്കും. പക്ഷേ പിന്നെ മനസ്സിനെ ശുദ്ധീകരിച്ചാൽ മതി. ഏകേന്ദ്രിയം മനസ്സ്, അതിന്റെ ശുദ്ധി അയാൾ ചെയ്താൽ മതി. ബാക്കി കർണങ്ങൾ അയാളെ സംബന്ധിച്ച് ശുദ്ധമായിരിക്കുന്നു. മനസ്സിനെ ശുദ്ധമാക്കിയാൽ മതി. മറ്റതങ്ങനെയല്ല. വിഷയങ്ങളിലേക്ക് പ്രവർത്തിക്കുമ്പോൾ എല്ലാ കർണങ്ങളും അശുദ്ധമാകുന്നു. മറ്റതങ്ങനെയല്ല. മറ്റു കർണങ്ങളെ നിയന്ത്രിക്കുമ്പോൾ മനസ്സ് മാത്രമേ അശുദ്ധമാകുന്നു. പിന്നെ മനസ്സിനെ ശുദ്ധിയാക്കാനുള്ള ജോലി ചെയ്താൽ മതി. മനസ്സിലിരിക്കുന്നത് കൊണ്ടാണ് കർണങ്ങൾ വിഷയങ്ങളിലേക്ക് പോകുന്നത്. മറ്റു കർണങ്ങൾ, ആ കർണങ്ങളെ വിഷയ സാഹചര്യത്തിൽ നിന്ന് പിന്മാറ്റുമ്പോൾ മനസ്സ് ശുദ്ധിയാക്കുന്ന ഒരു ജോലി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതാണ് ആമയുടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. അല്ല, വിഷയമധ്യത്തിൽ നിന്ന്
ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുക ആമയെ പോലെ യതിക്ക് സാധ്യമല്ല. വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് അത് ശരീരധർമ്മമാണ്, ശരീരത്തിന്റെ ഭാഗമാണ്. അത് വിഷയ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചിരിക്കും. ശരീരം അതിന്റെ ധർമ്മത്തെ കാണിക്കും. അപ്പോൾ അത് ഒഴിവാകണമെങ്കിൽ ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആമയെപ്പോലെ ഇന്ദ്രിയങ്ങളെ പിൻവലിക്കാൻ മനുഷ്യന് സാധ്യമല്ല. അപ്പോൾ അവിടെ ആ തത്വത്തെ ഗ്രഹിക്കുക എന്നുള്ളതാണ്. ഈ ഇന്ദ്രിയ നിഗ്രഹത്തിനുള്ള പല ഉപായങ്ങളെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യും. ഏതെല്ലാം ഉപായങ്ങളാകാം. പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. സാഹചര്യങ്ങൾ, വിപരീത സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കുക, പ്രലോഭിപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കുക, ബാഹ്യമായ നിഷ്ഠകൾ, നിയന്ത്രണങ്ങൾ, ചര്യകൾ കർശനമായി പാലിക്കുക. ഇതെല്ലാം ഇതിന്റെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം മനസ്സിലേക്ക് ഒതുങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. ഇതെല്ലാം മനസ്സിൽ വന്നു കഴിഞ്ഞാലും അതുകൊണ്ട് ദോഷമില്ല. കാരണം പിന്നെ മനസ്സിനെ ശുദ്ധിയാക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. ആദ്യം കർണശുദ്ധി, അതാണ് ആദ്യം നേടേണ്ടത്. അതിനുവേണ്ടി അതാണ് വ്രതം, ബ്രഹ്മചര്യ വ്രതം, വ്യതിചര്യ എന്നൊക്കെ പറയുന്നത്. അത്തരം വ്രതങ്ങളിൽ അവർ നിഷ്ഠയുള്ളവരായിരിക്കുക. അവിടെ എന്തൊക്കെയാണോ അരുതെന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക. ബാഹ്യമായി തന്നെ, മനസ്സുകൊണ്ടല്ല. ചിലർ പറയും എന്റെ ഇന്ദ്രിയങ്ങളും എല്ലാം എവിടെയൊക്കെ പ്രവർത്തിച്ചാലും ശരി, എന്നെ അതൊന്നും ബാധിക്കത്തില്ല. എന്റെ മനസ്സ് അതിൽ നിന്നെല്ലാം അതീതമാണ്. അത് ഏറ്റവും വലിയ കാപട്യമാണ്, ഹിപ്പോക്രസിയാണ്. ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇന്ദ്രിയങ്ങൾ പോയി കഴിഞ്ഞാൽ മനസ്സും അതിന്റെ പിറകെ പോകും. ഇന്ദ്രിയങ്ങളെല്ലാം പോയി പ്രവർത്തിക്കുകയും മനസ്സവിടെ പോകാതിരിക്കുകയും എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ്. അത് നേരത്തെ പറഞ്ഞ ആർജവം, അതില്ലായ്മയാണ്, ആർജവമില്ലായ്മയാണ്, മിഥ്യാചാരത്വമോ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ. അതിനാണ് ഈ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ വിപരീത ധർമ്മങ്ങളിൽ പ്രവർത്തിപ്പിക്കാതിരിക്കുക, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം പറയും, മനസ്സിൽ നിന്ന് ശക്തമായ ആന്തരികമായ പ്രേരണകൾ വരുമ്പോൾ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ മനസ്സിന് സംഘർഷം വരില്ലേ? വരും, തീർച്ചയായിട്ടും ശക്തമായ സംഘർഷം വരും. അങ്ങനെ സംഘർഷം വരുമ്പോൾ, അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മനസ്സിന്റെ സംഘർഷം വർദ്ധിച്ചും വരുന്നു. അപ്പോൾ അയാൾ ഇന്ദ്രിയ നിഗ്രഹത്തിൽ അയാൾ പരാജയപ്പെടുന്നു. അങ്ങനെ ഇന്ദ്രിയ നിഗ്രഹം ഒരാൾക്ക് അസാധ്യമാണെന്ന് തോന്നിയാണെങ്കിൽ അതിന് വേണ്ട, അതിന് ശ്രമിക്കണ്ട. അയാൾ ഇന്ദ്രിയ നിഗ്രഹത്തിനായി പോകണ്ട. ഈ പറയുന്ന യതിചര്യയിലേക്ക് അയാൾ പ്രവേശിക്കണ്ട. സംസ്കാരം അനുകൂലമായിരിക്കുന്നവർക്ക് മാത്രമേ ഈ പറയുന്ന ഇന്ദ്രിയ നിഗ്രഹം സാധ്യമാകുന്ന. ആദ്യം അതാ പറഞ്ഞത്. അയാൾ ഗൃഹസ്ഥധർമ്മത്തിലേക്ക് പോവുക. അപ്പൊ ഈ സന്യാസത്തിനും മറ്റും പുതിയ ഭാഷ്യങ്ങൾ എഴുതുന്നതിനും നല്ലത് അതാണ്, ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിക്കുക. അതുകൊണ്ട് അയാൾക്കും നല്ലതാണ്, സമൂഹത്തിനും നല്ലതാണ്. മറിച്ചാണെങ്കിൽ എന്താണ്, ഇവിടെ എങ്ങനെയാണോ ആമ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നത്, അതുപോലെ വിഷയങ്ങളിൽ നിന്ന് അയാൾ പിൻവലിഞ്ഞ് തന്നെ നിൽക്കണം, പ്രലോഭിപ്പിക്കുന്ന എല്ലാത്തിൽ നിന്നും. സർവശഃ പ്രത്യേകം പറയുന്നു,
സർവ്വ വിഷയങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഇതല്ല. എവിടെയെല്ലാം മനസ്സിന് പ്രലോഭനങ്ങളുണ്ടാകുന്നോ ആ സർവ്വ വിഷയങ്ങളിൽ നിന്ന് സർവതഃ, അതാണ് സർവശ എന്ന് പറയുന്നത്. എല്ലാ ഇന്ദ്രിയങ്ങളെയും അയാൾ നിയന്ത്രിക്കണം. ഇതിന് ആർക്ക് കഴിയും? ഇതിന് വളരെ കുറച്ചു പേരൊക്കെ കഴിയൂ. അവർക്ക് വേണ്ടി തന്നെ ഇത് പറയുന്നു. സമൂഹം മൊത്തം ഇന്ദ്രിയ നിഗ്രഹം ചെയ്യണമെന്നൂടെ പറയുന്നു. ആരാണോ ഇതിന് അധികാരി അവർക്ക് വേണ്ടി പറയുന്നു. ഇതിന് അധികാരി അല്ലാത്തവൻ ഇതിനൊരുമ്പെടണ്ട. അതിന്റെ ദോഷമല്ല. ഒരാൾ ഇന്ദ്രിയ നിഗ്രഹത്തിന് ശ്രമിച്ചു, അയാൾക്കത് കഴിയാതെ വരുന്നു, അത് ശാസ്ത്രത്തിന്റെ ദോഷമാണ്, ഉപദേശിച്ചാളിന്റെ ദോഷമല്ല. അയാളതിന് അധികാരിയില്ല. അയാൾക്കതിനുള്ള സംസ്കാരമില്ല, ദുർവാസനയാണ് അയാൾ പ്രബലമായിരിക്കുന്നെങ്കിൽ ഇതൊന്നും ഒരിക്കലും സാധ്യമല്ല. എല്ലാ മനുഷ്യനും ഉണ്ടാ ദുർവാസന. ദുർവാസന പ്രബലമല്ലാത്തവരിലും ദുർവാസനയാണ്. ആ ദുർവാസനയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചര്യകൾ നിർദ്ദേശിക്കുന്നത്. ഏവം, ഇതൊരു ചര്യയാണ്. ഇന്ദ്രിയങ്ങളിൽ നിന്നും വിഷയങ്ങളെ പിൻവലിക്കുക, അതൊരു യതിചര്യയാണ്. ബ്രഹ്മചാരിയുടെ വ്രതമാണ്. അതിന് ഒരാൾക്കത് അസാധ്യമാണെന്ന് തോന്നിയാൽ ഉടനെ അത് ഉപേക്ഷിക്കുക പണി. അയാളെ സംബന്ധിച്ച് പ്രായോഗികമായിരിക്കും. എല്ലാവരെ സംബന്ധിച്ച് ഇത് പ്രായോഗികമാണെന്ന് ഒരിടത്തും പറയുന്നില്ല. ഇത് അപൂർവ സുഹൃത്തുക്കൾക്ക് മാത്രമേ ഇത് പ്രായോഗികമാകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അവരുദ്ദേശിച്ച് പറയുന്നതാണ്. ആർക്കാണോ സംസ്കാരം അനുകൂലമായിരിക്കുന്നത് അവരിതെങ്ങനെ പൂർണ്ണമാക്കണം, അതാണ് ഇവിടെ പറയുന്നത്. ആരാണോ ഇന്ദ്രിയ നിഗ്രഹത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞവൻ അതിനവൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിനുള്ള വഴികളാണ് പറയുന്നത്. അല്ല ഇതിന് യോഗ്യത അല്ലാത്ത ഒരുവൻ അത് ചെയ്യാൻ വേണ്ടി പറയുകയല്ല. ഏവം, ഇപ്രകാരം ജ്ഞാനനിഷ്ഠൻ കർമ്മയോഗം ചെയ്ത് ചിത്തശുദ്ധി വന്ന് ഈ ജ്ഞാനനിഷ്ഠയിലിരിക്കുന്നവൻ എന്നർത്ഥം. ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ സർവവിഷയേഭ്യ ഉപസംഹരതേ. അവനെന്ത് ചെയ്യുന്നു? അവന്റെ ഇന്ദ്രിയ നിഗ്രഹം പൂർണ്ണമായിരിക്കുന്നു. തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത ഇതി ഉക്താർത്ഥം വാക്യം. നേരത്തെ പറഞ്ഞാണ് ഇതിന്റെ അർത്ഥം. ഉക്താർത്ഥം എന്താണ്? അങ്ങനെയുള്ള ഇന്ദ്രിയ നിഗ്രഹത്തോടു കൂടിയിരിക്കുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. ഇന്ദ്രിയ നിഗ്രഹം ഉള്ളവനെ സ്ഥിതപ്രജ്ഞ വരത്തുള്ളൂ. സ്ഥിതപ്രജ്ഞന് മാത്രമേ ഇന്ദ്രിയ നിഗ്രഹം സാധ്യമാവൂ. എന്നുവെച്ചാൽ ഒരാൾ എത്രമാത്രം ഇന്ദ്രിയ നിഗ്രഹത്തിൽ പുരോഗമിക്കുന്നോ അത്രയ്ക്ക് അയാളുടെ പ്രജ്ഞയിലും പുരോഗതി വരും. ഒരുവൻ എത്രമാത്രം അയാളുടെ പ്രജ്ഞയിൽ പുരോഗമിക്കുന്നുണ്ടോ അതിനനുസരിച്ച് അയാളുടെ ഇന്ദ്രിയ നിഗ്രഹത്തിനും അയാൾക്ക് പുരോഗതി വരും. ഇത് രണ്ടും ഒരുമിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. പരസ്പരം അപേക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഒന്ന് നേടിയതിനു ശേഷം മറ്റൊന്ന് നേടാനുള്ളതല്ല എന്നുള്ളതാണ്. ഇവിടെ പറയുന്നു. തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത, അവന്റെ പ്രജ്ഞ പ്രതിഷ്ഠിതമായിരിക്കുന്നു. ഇന്ദ്രിയ നിഗ്രഹം കൂടാതെ സ്ഥിതപ്രജ്ഞൻ അത് സാധ്യമല്ല. ഇന്ദ്രിയ ലാളനയിലൂടെ സ്ഥിതപ്രജ്ഞൻ അത് സാധ്യമല്ല. വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ മനസ്സിന് ശാന്തി വരുന്നു, വിഷയാഗ്രഹം ഉപശമിക്കുമ്പോൾ, ഇതല്ല സ്ഥിതപ്രജ്ഞത. അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ദ്രിയ നിഗ്രഹത്തെ ശീലിക്കുന്ന ഒരാൾക്ക് മനസ്സിന്റെ സമത്വം നഷ്ടപ്പെടത്തില്ലേ? ചിലർ ചോദിക്കാറുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ, കർമ്മയോഗി സമത്വം വേണമെന്ന് പറഞ്ഞു. കർമ്മയോഗി സമത്വം വേണം, നിസ്സംഗത വേണം, ഇതെല്ലാം പറഞ്ഞു. ഈ പരിശീലനം അതോടൊപ്പം കർമ്മയോഗിക്കും ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ പരിശീലനം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഇന്ദ്രിയ നിഗ്രഹത്തെ പരിശീലിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ശക്തമായ പ്രലോഭനങ്ങൾ വരുന്നു. അയാൾ ബാഹ്യമായി അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അത് അയാളുടെ മനസ്സിന്റെ സമത്വത്തെ ഭഞ്ജിക്കത്തില്ല എന്ന് ചിലർ സംശയിക്കും.
അങ്ങനെ സംഭവിക്കാം. അതായത് പറഞ്ഞല്ലോ, ഏതൊരു അഭ്യാസത്തിന്റെയും പരിശീലന വേളയിൽ അതിൽ പരാജയം സംഭവിക്കാം. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിശീലനല്ല, അയാൾക്ക് പിന്നെ അവിടെ പരിശീലനത്തിന്റെ ആവശ്യമില്ല. ഇത് പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ വീഴ്ചകൾ വരിക എന്ന് പറയുന്നത് ഒരു ആത്യന്തിക പരാജയമായിട്ട് അതിനെടുക്കാൻ പാടില്ല. അത് അയാൾക്ക് അനുഭവ പാഠങ്ങളാണ്. അനുഭവ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അയാൾ മുമ്പോട്ട് പോകുന്നു. അപ്പൊ അത്തരം വീഴ്ചകൾ അത് സാരമുള്ളതല്ല. അയാളതിനെ തിരിച്ചറിയുകയും അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന വീഴ്ചകൾ അത് ഗണനീയങ്ങളല്ല. അതയാളെ മുന്നോട്ട് പോകാൻ സഹായിക്കും. മനസ്സിന്റെ സമത്വം ഒരിക്കൽ ഭംഗപ്പെട്ടു കഴിഞ്ഞാൽ എന്തിനാണ് അത് കൂടുതൽ ദൃഢപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഭംഗം ഉണ്ടായത്. പക്ഷേ വിഷയഭോഗങ്ങളിൽ സംഭവിക്കുന്ന അതല്ല. വിഷയഭോഗങ്ങൾ കൊണ്ടും മനുഷ്യന്റെ മനസ്സ് ശാന്തമാകും. പക്ഷെ അത് വീണ്ടും ദൃഢമായ സംസ്കാരത്തെ ഉണ്ടാക്കിയിട്ട് മനസ്സിന് അതിൽ കൂടുതൽ വലിയ വിക്ഷേപത്തെയാണ് പിന്നെ അടുത്തുണ്ടാകാൻ പോകുന്നത്. എന്ന് പറയുന്ന ഹവിസ കൃഷ്ണവർമ്മേവ. എന്ത് പറയുന്ന വിഷയങ്ങളെ അനുഭവിച്ച് മനസ്സിനെ ശാന്തമാക്കാം. വിഷയങ്ങൾ അനുഭവിച്ചു പോകുമ്പോഴേ അത് ശാന്തമാവൂ. അല്ലാതെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറിയിരുന്നുകൊണ്ട് മനസ്സ് ശാന്തമാകില്ല. വിഷയങ്ങൾ അനുഭവിക്കുക, അത് ഇതിന്റെ പുതിയ ഭാഷ്യങ്ങളാണ്. ചാർവാകന്മാരെ കൊണ്ട് പറഞ്ഞിട്ടുള്ളത് തന്നെ. വിഷയാനുഭവത്തിന് മനസ്സിൽ ദൃഢമായ ഇച്ഛ വരും. ആ ഇച്ഛ മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കും. ആ അസ്വസ്ഥതയെ ഒഴിവാക്കുന്നതിന് വേണ്ടി ആ വിഷയാനുഭവം കൊണ്ട് മനസ്സ് ശാന്തമാകുന്നു. ഇതാണ് ശരിയായ സാധനാമാർഗം എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഇത് പഴയകാലത്ത് പലരും പരീക്ഷിച്ച് ഉപേക്ഷിച്ചാണ്. പുരാണങ്ങളിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇതാണ് യോഗം, ഇതാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് പണ്ടും പല ഋഷിമാരും ഇത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് അവസാനം എന്താണ് പറഞ്ഞത്? ഹവിഷ കൃഷ്ണവർമ്മേവ. എങ്ങനെയാണോ ഹവിസ് അഗ്നിയെ വർദ്ധിപ്പിക്കുന്നത്, അതുപോലെ വിഷയ ഉപഭോഗം തൃഷ്ണയെ വർദ്ധിപ്പിക്കുന്നതേ ഉള്ളൂ, ഒരിക്കലും തൃഷ്ണയെ ശമിപ്പിക്കുന്നില്ല. അപ്പൊ അനിയന്ത്രിതമായ അല്ലെങ്കിൽ സഹജമായിട്ടുള്ള വിഷയാനുഭവങ്ങൾ മനസ്സിനെ ശമിപ്പിക്കും. നിയന്ത്രണമില്ലാതിരുന്നാൽ മതിയെന്ന് എല്ലാം പറയുന്നത് അബദ്ധമാണ്. പണ്ട് പരീക്ഷിച്ച് ഉപേക്ഷിച്ച കാര്യങ്ങളാണതെല്ലാം. ഒരിക്കലും അത് തൃഷ്ണയെ വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. അപ്പൊ ചോദിക്കും, അപ്പൊ ഗൃഹസ്ഥനോ? അതിനാണ് അവിടെ ധർമ്മം എന്ന് പറയുന്നത്. ഗൃഹസ്ഥനൊരിക്കലും അനിയന്ത്രിതമായ വിഷയോപഭോഗം അനുവദിച്ചിട്ടില്ല. അവിടെ എല്ലാം നിയമബദ്ധമാണ്. അതുകൊണ്ട് തന്നെ എന്തു വരുന്നു? ഗൃഹസ്ഥൻ കർമ്മയോഗിയാണ്. അവിടെ സംസ്കാരം ദൃഢപ്പെടുന്നില്ല. ഗൃഹസ്ഥന്റെ അനുഷ്ഠാനങ്ങളെല്ലാം ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ശരിക്കും കർമ്മയോഗി എന്നുള്ളതിന്റെ നമ്മുടെ പഴയ സങ്കല്പം ഗൃഹസ്ഥനാണ്, ബ്രഹ്മചാരി സന്യാസിയല്ല. കാലം മാറിയതുകൊണ്ടാണത് ബ്രഹ്മചാരിയിലേക്ക് സന്യാസിയിലേക്കൊക്കെ വരുന്നത്, കർമ്മങ്ങൾ മാറുന്നു. ശരിക്കും നമ്മുടെ ഭാഷ്യകാരന്റെയും മറ്റ് സങ്കല്പത്തിൽ കർമ്മയോഗി എന്ന് പറയുന്നത് ഗൃഹസ്ഥൻ മാത്രമാണ്, ബ്രഹ്മചാരിയോ സന്യാസിയൊന്നുമല്ല. അപ്പോൾ കർമ്മയോഗി, ഗൃഹസ്ഥൻ കർമ്മയോഗിയായിരിക്കുന്നത് എന്തിന്? സംസ്കാരത്തെ ദൃഢപ്പെടുത്താനല്ല, ധർമ്മത്തെ ആചരിച്ചിട്ട് സംസ്കാരത്തെ ശുദ്ധീകരിക്കാനാണ്, അന്ധകരണത്തെ ശുദ്ധീകരിക്കാനാണ്. അതുകൊണ്ട് അവിടെയും ഒരിക്കലും വിഷയാനുഭവം സംസ്കാരത്തെ ദൃഢപ്പെടുത്തുന്നില്ല. സന്യാസി ബ്രഹ്മചാരി സംബന്ധിച്ചിടത്തോളം അവിടെ വിഷയ ഉപഭോഗത്തെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് സംസ്കാരത്തെ ശുദ്ധമാക്കുന്നു. ഗൃഹസ്ഥനാണെങ്കിലോ വിഷയാനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ സംസ്കാരത്തെ ശുദ്ധമാക്കുന്നു, നിയന്ത്രണത്തിലൂടെ.
അതാണ് രണ്ടും തമ്മിൽ വരുന്ന വ്യത്യാസം. പഴയ കാലത്ത് അങ്ങനെയാണ് വ്യത്യാസം വ്യക്തമായി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് വിഷയത്യാഗം, അതിലൂടെ അന്ധകരണത്തിലുള്ള വാസനകളെ ദൂരീകരിക്കുക, അതാണ് സന്യാസിയുടെ മാർഗം. വിഷയാനുഭവത്തിലൂടെയല്ല. അതാണ് ഇവിടെ പറയുന്നത്, ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതുകൊണ്ട് വിഷയാനുഭവം സംസ്കാരത്തെ ദൂരീകരിക്കും, വാസനയെ ശമിപ്പിക്കും എന്ന് പറയുന്നതും ഒരിക്കലും ആധ്യാത്മിക മാർഗത്തിന് യോജിച്ചതല്ല. അത് വിഷയത്യാഗം കൊണ്ടേ പറ്റും, വിഷയാനുഭവം കൊണ്ടൊരിക്കലും സാധ്യമല്ല. അത് ബോധ്യപ്പെട്ടവനാണ് യതി. അതിനനുസരിച്ച് ജീവിക്കുന്നതിനാണ് നമ്മുടെ ആചാര്യന്മാര് യതിചര്യയും മറ്റും രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഇനി ആ ശ്ലോകത്തിൽ നോക്കുക. യഥാ, എപ്പോഴാണോ അയം ഈ ജ്ഞാനനിഷ്ഠയിൽ കഴിയുന്നവനായ യതി കൂർമഃ അംഗാനി ഇവ, ആമ അവയവങ്ങളെ എന്നതുപോലെ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ, ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും സർവശ സംഹരതേ, എല്ലാ പ്രകാരത്തിലും സംഹരിക്കുന്നത് തഥാ, അപ്പോൾ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത, അവന്റെ പ്രജ്ഞ പ്രതിഷ്ഠിതമായിത്തീരുന്നു, ദൃഢമായിത്തീരുന്നു. അതിലുപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, സംഹരതേ. ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, പൂർണ്ണമായ സംഹാരമാണ്, വിഷയസംഹാരമാണ് ഇത് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. തത്ര വിഷയാൻ അനാഹരതഃ ആതുരസ്യാപി ഇന്ദ്രിയാണി കൂർമാങ്കാനീവ സംഹ്രിയന്തേ. നതു തദ്വിഷയോ രാഗഃ സ കഥം സംഹ്രിയതേ ഇത് ഉച്യതേ. സാധാരണ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണിത്. വിഷയാൻ അനാഹരത, വിഷയങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നത് കൊണ്ട് എങ്ങനെ ഇന്ദ്രിയ നിഗ്രഹം സമ്പാദിക്കാം? അതെല്ലാം മനസ്സിലിരിക്കുമല്ലോ. അപ്പൊ അതിനെന്താ ഉപായം? ബ്രഹ്മചാരി സന്യാസി ചിന്തിക്കുന്നതാണ്. വിഷയങ്ങളിൽ നിന്ന് മാറിയിരുന്നാലും മനസ്സിൽ ഇതൊക്കെ ഇരിക്കുന്നു. അപ്പൊ പിന്നെ അടുത്തെന്താണ് അനുഷ്ഠിക്കേണ്ടത്? മനസ്സിൽ ഇതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എന്നാൽ തിരിച്ച് വിഷയങ്ങളിലേക്ക് തന്നെ പോകാം. അയാൾ വിഷയങ്ങളിൽ നിന്നും മാറിയിരുന്നു നോക്കിയപ്പോൾ മനസ്സിലുണ്ട്. അപ്പോൾ ഇത് പോയിട്ടില്ല. അപ്പോൾ ഇതിന്റെ പരിഹാരം എന്താണ്? തിരിച്ച് വിഷയങ്ങളിലേക്ക് പോവുകയാണോ? അല്ല, മനസ്സിൽ അത് ഇരിക്കുന്നു, അതുകൊണ്ട് തിരിച്ച് വിഷയങ്ങളിലേക്ക് പോകാൻ പാടില്ല. അതായത് ഒരാൾക്ക് വിഷയങ്ങളിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയുന്നുണ്ടോ? ഇവിടെ ഒരു പ്രധാനമായി വരുന്ന ഒരു
കാര്യം അതാണ്. ഒരു ഗൃഹസ്ഥനും യതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണോ? യതിചര്യയിൽ ജീവിക്കുന്ന ഒരാള് വിഷയങ്ങളിൽ നിന്നും അയാൾക്ക് പിന്മാറാൻ കഴിയുന്നു. മനസ്സിലിരുന്നോട്ടെ, മനസ്സിൽ നിന്ന് മാറ്റാൻ അയാൾ അഭ്യസിക്കുന്നു. ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളാണെങ്കിലോ അയാൾക്ക് വിഷയങ്ങളിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. അപ്പോൾ അയാളുടെ വിഷയങ്ങളിലുമാണ്, മനസ്സിലുമുണ്ട്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. യതിക്ക് വിഷയങ്ങളിൽ നിന്നും പിന്മാറിയിരിക്കാൻ കഴിയും. അയാൾ വിഷയങ്ങളിൽ നിന്നും പിന്മാറിയിരുന്ന് എന്താ ചെയ്യുന്നത്? തന്റെ മനസ്സിലിരിക്കുന്നതിനെ നശിപ്പിക്കുന്നു. ആണ് രണ്ടും തമ്മിൽ വരുന്ന വ്യത്യാസം. ഗൃഹസ്ഥൻ അങ്ങനെയല്ല. അയാൾ ഇന്ദ്രിയ പരവശനാണ്. കരണങ്ങൾക്ക് അയാൾ അധീനനായിപ്പോയി. അതുകൊണ്ട് അയാൾക്ക് വിഷയങ്ങളിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അയാൾ വിഷയങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നു, ധർമാചരണത്തിലൂടെ. ആണ് ഈ രണ്ട് ധർമ്മങ്ങളിലും വരുന്ന വ്യത്യാസം. അതായത് രണ്ടും ഒന്നാകത്തില്ല. ഗൃഹസ്ഥൻ യതിയാകത്തില്ല, യതി ഗൃഹസ്ഥനും ആകത്തില്ല. രണ്ടും രണ്ടാണ്. യതിയായിട്ട് പിന്നെ ഗൃഹസ്ഥന്റെ ധർമ്മം ആകാം എന്ന് കരുതണ്ട. ഗൃഹസ്ഥനായിരുന്നു കൊണ്ട് ഈ ധർമ്മം സ്വീകരിക്കാമെന്നും കരുതണ്ട. അതൊരിക്കലും ഒരിടത്ത് യോജിക്കത്തില്ല. യതി ആണെങ്കിൽ അയാൾ വിഷയങ്ങളിൽ നിന്നും പിന്മാറിയിരിക്കണം. അല്ലെങ്കിൽ ആ വിഷയങ്ങളിൽ നിന്നും പിന്മാറാൻ കഴിയുന്നവന് മാത്രമേ ഉള്ളൂ യതി ധർമ്മം പറഞ്ഞിട്ടുള്ളൂ. അത് കഴിയാത്തവനാണ് ഗൃഹസ്ഥധർമ്മം. അപ്പൊ യതിക്ക് എന്താണോ നിഷേധിച്ചിരിക്കുന്നത് അതിൽ നിന്ന് അയാൾ ബാഹ്യമായി, മനസ്സുകൊണ്ടല്ല, ബാഹ്യമായി തന്നെ അതിൽ നിന്ന് പിന്മാറിയിരിക്കണം. ബാഹ്യമായി എന്തായാലും എന്റെ മനസ്സിനെ അതൊന്നും ബാധിക്കത്തില്ല എന്ന് പറയാൻ യതിക്ക് അവകാശമുണ്ട്. അത് മാറി തന്നെ ഇരിക്കണം. അതിനയാൾക്ക് കഴിയാത്തപ്പോൾ അയാൾ ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നു. അയാൾക്ക് ബാഹ്യമായി വിഷയങ്ങളിൽ തന്നെ അയാൾ നിൽക്കുന്നു. അതിന് അയാൾക്ക് പിന്മാറാൻ കഴിയുന്നില്ല. അയാൾ അവിടെ ഇരുന്നുകൊണ്ട് ആ ബാഹ്യത്തിൽ നിന്ന് പിന്മാറുന്നതിനും മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനും രണ്ടും ശ്രമിക്കുന്നു. അതാണ് ഗൃഹസ്ഥധർമ്മം. ഇവിടെ പറയുന്നു തത്ര വിഷയാൻ അനാഹരത. വിഷയത്തെ അയാൾ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഇന്ദ്രിയനിഗ്രഹം കൈവന്നോ? ഇല്ല. എന്തുകൊണ്ട്? ആതുരസ്യാവി, രോഗം ബാധിച്ചവന് ഇന്ദ്രിയ നിഗ്രഹം വരുന്നുണ്ടല്ലോ. രോഗം ബാധിച്ചവന് ഇന്ദ്രിയങ്ങൾ ശക്തങ്ങളല്ലാത്തവന് ഇന്ദ്രിയ നിഗ്രഹം വരുന്നുണ്ട്. കഠിനമായ തപസ് ചെയ്യുന്നവർ, കാഷ്ടതപസ് ചെയ്യുന്നവർ, താമസമായ തപസ്സുകൾ അനുഷ്ഠിക്കുന്നവർക്ക് അവർക്ക് ഇന്ദ്രിയ നിഗ്രഹം വരുന്നുണ്ട്. കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമം അചേതസ. വിവേകമില്ലാതെ വിവേകശൂന്യന്മാരായി കഠിനമായ തപസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഓരോ സിദ്ധികൾ പ്രതീക്ഷിച്ചിട്ട് അവർക്കും ഇന്ദ്രിയ നിഗ്രഹമുണ്ട്. ഇവിടെ പറയുന്ന ഇന്ദ്രിയ നിഗ്രഹം അതൊന്നുമല്ല. ആതുരസ്യാവി ഇന്ദ്രിയാണി കൂർമാങ്കാനീവ സംഹ്രിയത. ഇത്തരക്കാർക്കും ഇന്ദ്രിയ നിഗ്രഹം കൂർമോങ്കാനീവ എന്ന് പറഞ്ഞതുപോലെ സംഭവിക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്നാലും അവിടെ വ്യത്യാസമുണ്ട്. എന്താണ്? നത് തദ്വിഷയോ രാഗ. പക്ഷേ ആ വിഷയങ്ങളിലെ രാഗം നശിക്കുന്നില്ല. അന്ധകരണത്തിലിരിക്കുന്ന ആ രാഗം അതൊരിക്കലും നശിക്കുന്നില്ല. അപ്പോൾ യതി എന്താണ്? ബാഹ്യവിഷയങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് യതിചര്യയിൽ ജീവിച്ചുകൊണ്ട് അയാൾ എന്താണ് ചെയ്യുന്നത്? സ കഥം സംഹ്രിയത. അയാൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെ ഈ രാഗത്തെ നശിപ്പിക്കാം? അതിനുള്ള അഭ്യാസങ്ങളാണ് അയാൾ ചെയ്യുന്നത്. അപ്പൊ ഗൃഹസ്ഥനും അത് തന്നെയാണ് ചെയ്യേണ്ടത്, രാഗത്തെ നശിപ്പിക്കുന്നതിനുള്ള ഉപായങ്ങൾ. പക്ഷേ രാഗത്തെ നശിപ്പിക്കുന്നതിനുള്ള ഉപായങ്ങൾ ഗൃഹസ്ഥൻ
വിഷയങ്ങളിൽ നിന്നും വേർതിരിഞ്ഞ് ഇരുന്നുകൊണ്ടല്ല അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. വിഷയമധ്യത്തിൽ ഇരുന്നുകൊണ്ട്. യതി അങ്ങനെയല്ല, വിഷയങ്ങളിൽ നിന്നും വേർതിരിഞ്ഞിരുന്നുകൊണ്ട്. ഇതാണ് ഈ രണ്ട് ധർമ്മങ്ങളിലുള്ള വ്യത്യാസം, യതിധർമ്മത്തിലും ഗൃഹസ്ഥധർമ്മത്തിലും. ഗൃഹസ്ഥൻ വിഷയത്തിൽ ഇരുന്നുകൊണ്ട് രാഗത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. യതി വിഷയത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ട് രാഗത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് ജ്ഞാനമൊന്നും ഒന്ന് കർമ്മമൊന്നും. ശങ്കരാചാര്യർ കർശനമായി തിരിക്കുന്ന ഇവിടെയാണ്. യതിധർമ്മത്തെയും സന്യാസധർമ്മത്തെയാണ് അവിടെ കർശനമായി തിരിക്കുന്നത്. ആണ് അടുത്ത ഭാഷയിൽ പറയുന്നത്. ഇത് വെച്ച് അത് പറയുന്നു. യദ്യപി വിഷയാഹ വിഷയ ഉപലക്ഷിതാനി വിഷയശബ്ദവാച്യാനി ഇന്ദ്രിയാണി വിഷയാൻ നിവർത്തന്തേ. ഇവിടെ ഈ വിഷയശബ്ദത്തിന് ഭാഷ്യകാരൻ രണ്ടു തരത്തിൽ അർത്ഥം പറയുന്നു. വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്നർത്ഥം കൊടുക്കാം. ഇന്ദ്രിയങ്ങൾ എപ്പോഴാണോ പിൻവലിയുന്നതെന്ന് അർത്ഥം കൊടുക്കാം. അല്ലെങ്കിൽ വിഷയത്തിന് വിഷയം എന്നുള്ള അർത്ഥം തന്നെ എടുത്താൽ മതി. വിഷയത്തിൽ നിന്നും ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണോ പിൻവാങ്ങുന്നത് അങ്ങനെ അർത്ഥം പറയാം. അത് ഭാഷയിൽ അവിടെ വന്നിരിക്കുന്ന ഒരു ചെറിയ പ്രശ്നത്തിന് സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ വിഷയശബ്ദത്തിന് രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. രണ്ടായാലും താല്പര്യം ഒന്നാണ്. വിഷയ വിഷയ ഉപലക്ഷിതാനി വിഷയശബ്ദവാച്യാനി ഇന്ദ്രിയാണി. വിഷയം എന്നുള്ളതുകൊണ്ട് വിഷയം എന്ന ശബ്ദത്തിലൂടെ നമ്മൾ ഗ്രഹിക്കേണ്ടതായ ഇന്ദ്രിയങ്ങൾ എന്നുള്ള അർത്ഥത്തെ എടുക്കണം. വിഷയ ഉപലക്ഷിതമെന്ന് പറയുന്നു. വിഷയം എന്നുള്ള ഒരു ശബ്ദം നേരിട്ടല്ലാതെ ഇന്ദ്രിയങ്ങളെ ബോധിപ്പിക്കുന്നുണ്ട്. കാരണം എപ്പോഴും ഇന്ദ്രിയങ്ങളും വിഷയവുമായിട്ടാണ് നിരന്തര സമ്പർക്കത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വിഷയശബ്ദത്തിന് ഇന്ദ്രിയങ്ങൾ എന്നുള്ള ഒരർത്ഥം വേണമെങ്കിലും പറയാം എന്നാണ് ഒരു പക്ഷാന്തരമായി പറയുകയാണ്. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുള്ളതുകൊണ്ടാകാം മറ്റാരെങ്കിലും. ആണ് വിഷയ ഉപലക്ഷിതാനി. ഉപലക്ഷിതം എന്ന് പറയുന്നത് എന്താണ്? വിഷയശബ്ദം നേരിട്ട് ഇന്ദ്രിയം എന്നുള്ള അർത്ഥത്തെ പറയുന്നില്ല. പക്ഷേ നിരന്തരം വിഷയ സാഹചര്യത്തിൽ ഇന്ദ്രിയങ്ങൾ നിൽക്കുന്നതുകൊണ്ട് വിഷയശബ്ദത്തിന് ഉപലക്ഷണമായി ഇന്ദ്രിയം എന്നുള്ള അർത്ഥവും പറയാം. വിഷയശബ്ദവാച്യാനി ഇന്ദ്രിയാണി. ഇവിടെ വിഷയശബ്ദത്തിന്റെ അർത്ഥമായി ഇന്ദ്രിയങ്ങളെന്ന് എടുക്കാം. അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾ വിനിവർത്തന്തേ നിരാഹാരസ്യ അനാഹ്രിയമാണ് വിഷയസ്യ കഷ്ടേ തപസി സ്ഥിതസ്യ മൂർഖസ്യാമി നിവർത്തന്തേ. ഇന്ദ്രിയങ്ങൾ നിരാഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അനാഹ്രിയമാണ് വിഷയസ്യ, വിഷയങ്ങളെ ഗ്രഹിക്കാതിരിക്കുന്നവൻ. ഇവിടെ ആഹരിക്കുക എന്ന് വെച്ചാൽ ഗ്രഹിക്കുക, സ്വീകരിക്കുക എന്നുള്ള അർത്ഥം. ഭക്ഷണം കഴിക്കുക എന്നുള്ള അർത്ഥമല്ല. വിഷയങ്ങളെ ഇന്ദ്രിയങ്ങൾ ഗ്രഹിക്കുന്നതിനാണ് ഇവിടെ ആഹരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അനാഹ്രിയമാണ് വിഷയസ്യ, ആ വിഷയങ്ങളെ ഗ്രഹിക്കാതിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ആരുടെയാണ്? കഷ്ടേ തപസ്സി സ്ഥിതസ്യ, കഷ്ടതപസ്സിൽ സ്ഥിതി ചെയ്യുന്നവൻ. കഠിനമായ വ്രതങ്ങൾ എടുക്കുമല്ലോ. ശരീരത്തെ തപിപ്പിക്കുന്ന, കഷ്ടപ്പെടുത്തുന്ന വ്രതങ്ങൾ, അത്തരം വ്രതങ്ങൾ പാടില്ല എന്ന് പറയുന്നുണ്ട്. സാധാരണ ഒരു സാധകനെ സംബന്ധിച്ച് അത്തരം വ്രതങ്ങളൊന്നും പാടില്ല. ശരീരത്തെ പീഡിപ്പിക്കുന്ന വ്രതങ്ങൾ പാടില്ല. മാം ചെയ്യുവാന്ത ശരീരസ്ഥം താൻ മിഥ്യാസുര നിശ്ചയാൻ. ഞാനാണ് ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നതെന്നറിയാതെ ആസുര നിശ്ചയത്തോടുകൂടി മൂർഖന്മാരെന്നെ പീഡിപ്പിക്കുന്നുണ്ടെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നത് ഞാനാണ്, പക്ഷെ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നവരുണ്ട്. ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഒക്കെ തപസ് ചെയ്യുന്നുണ്ട്. അതാണ് കഷ്ടേ സ്തപത്തെ സ്ഥിതസ്യ മൂർഖസ്യാവി, വിവരദോഷി എന്ന് പറയുന്നു, മൂർഖൻ. അങ്ങനെയുള്ളവനും വിനിവർത്തന്റെ ഇന്ദ്രിയങ്ങൾ പിന്മാറുന്നുണ്ടല്ലോ വിഷയങ്ങളിൽ നിന്ന്.
ഈ തപസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ശരീരത്തെ പീഡിപ്പിച്ച് തപസ് ചെയ്യുന്ന മൂർഖ തപസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലർക്ക് സംശയം നോക്കുക. പല മഹാത്മാക്കളുടെ ജീവിതത്തിൽ പറയുന്നുണ്ടല്ലോ അവർ വലിയ തപസ് അനുഷ്ഠിച്ചിട്ടുണ്ടോ, അവർ മൂർഖന്മാരാണോ? അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്ന തപസ് എന്ന് പറയുന്നത് ക്ഷുദ്രമായ സിദ്ധികൾക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യുക, മന്ത്രങ്ങൾ ജപിക്കുക, അനുഷ്ഠാനങ്ങൾ ചെയ്യുക, അവർക്ക് എന്തെങ്കിലും സിദ്ധികളാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ചെയ്യുന്ന തപസ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വലിയ ജ്ഞാനികളും സിദ്ധന്മാരും ഒക്കെ തപസ് ചെയ്യും, അതവരുടെ പ്രാരബ്ധത്തെ ക്ഷയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരം തപസ്സല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിവേകശൂന്യമായ തപസ്സാണ് ഇവിടെ പറയുന്നത് മൂർഖൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല, തപസ് എവിടെ കണ്ടുകഴിഞ്ഞാലും അവിടെ വിവേകമില്ലാന്ന് ധരിക്കരുത്. പ്രാരബ്ധത്തെ ക്ഷയിപ്പിക്കുന്നതിന് വേണ്ടി വലിയ സിദ്ധന്മാർ അങ്ങനെയുള്ള തപസ്സുകൾ ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ പല ജീവിതങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ തപസ് ചെയ്യുക, സിദ്ധിക്ക് വേണ്ടി, എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി ഒരു വിവേകവും ഇല്ലാതെ ചെയ്യുന്ന ഓരോ അഭ്യാസങ്ങൾ, വെള്ളം കുടിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, അതൊക്കെ രാജസ താമസ തപസ്സുകളിൽ നമ്മൾ ഇനി ചർച്ച ചെയ്യും. അങ്ങനെ ഇരിക്കുന്നവരിലും അവർ കണ്ണടച്ചിരിക്കുന്നു, കൈയും കാലും ചലിപ്പിക്കുന്നില്ല, അവിടെയും വിഷയങ്ങൾ വിനിവർത്തിക്കുന്നുണ്ടല്ലോ എന്നാ. ദേഹിനഃ ദേഹവതഃ, എങ്ങനെ രസവർജം, രസോ രാഗോ വിശേഷു യഹത്തം വർജയിക്കുക. രസവർജം എന്നുള്ള പൂർവ്വത്തിനോടുകൂടി ചേർക്കണം. വിഷയ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം, അത്രയും ഒരുമിച്ചാണ്. രസവർജം വിനിവർത്തന്തേ എന്നാണ്. രസം ഒഴികെ, രാഗമൊഴികെ മനസ്സിൽ രാഗമിരിക്കുന്നു. അപ്പൊ യതിയുടെ മനസ്സിലും അങ്ങനെയാണ്. യതി വിഷയങ്ങളിൽ നിന്നും മാറിയിരിക്കുന്നു, പക്ഷെ യതിയുടെ മനസ്സിന് രാഗമുണ്ട്, സൂക്ഷ്മമായിരിക്കുന്നു. പക്ഷെ അത് ഈ പറയുന്ന മൂർഖ തപസ്യെ പോലെയല്ല. ആ രാഗത്തെക്കുറിച്ച് യതി ബോധവാനായിരിക്കും. അത് ത്യാജ്യമാണ്, ഹേയമാണ് എന്നുള്ള യതിക്കറിയാം. അതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് യതി. യതി എന്ന് പറയുന്നവൻ യമനശീലൻ. യതി പ്രയത്നേ, യത് എന്ന് പറയുന്ന ധാതുവിന്റെ അർത്ഥം തന്നെ പ്രയത്നമെന്നാണ്. നമ്മൾ യതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധരിച്ചിരിക്കുന്നത് പ്രവൃത്തി ചെയ്യാൻ മടിയുള്ള അലസനെന്നാണ്. പക്ഷെ യത് ധാതുവിന്റെ അർത്ഥം തന്നെ എന്താണ്? യതി പ്രയത്നേ, പ്രയത്നിക്കുക എന്നുള്ളതാണ്. അപ്പൊ യതി എന്ന് പറഞ്ഞാൽ, സന്യാസി എന്ന് പറഞ്ഞാൽ സദാ പ്രയത്നിക്കുന്നവനെന്നാണ്. ആലസ്യം എന്ന് പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിരന്തരം പ്രയത്നിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് യതി ശബ്ദം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. അപ്പൊ യതിയും എന്ത് ചെയ്യുന്നു? ബാഹ്യമായ വിഷയങ്ങളിൽ നിന്ന് അയാൾ ഒഴിഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാൽ അയാൾ നിരന്തരം പ്രയത്നിക്കുന്നു. എന്തിനു വേണ്ടി? ആ രസത്തെ നശിപ്പിക്കാൻ വേണ്ടി, രാഗത്തെ നശിപ്പിക്കാൻ വേണ്ടി അയാൾ പ്രവർത്തിക്കുന്നു. രസശബ്ദോ രാഗേ പ്രസിദ്ധ. രസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, രാഗം എന്നുള്ള അർത്ഥവും പ്രസിദ്ധമാണ്. ശാസ്ത്രങ്ങളിലൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. സ്വരസേന പ്രവൃത്ത രസിക രസജ്ഞ ഇത്യാദി ദർശനാത്. സ്വരസേന പ്രവൃത്ത, സ്വരസം, സ്വരാഗം കൊണ്ട് പ്രവർത്തിച്ചവൻ, അവനാണ് രസികൻ, രസജ്ഞൻ, രസത്തെ അറിയുന്നവൻ. ഇങ്ങനെയെല്ലാം ശാസ്ത്രങ്ങളെ പ്രയോഗിക്കാറുണ്ട്. അതുകൊണ്ട് രസം എന്ന് പറഞ്ഞാൽ രാഗം എന്നുള്ള അർത്ഥം അങ്ങനെ പറഞ്ഞു, അതിന് സമാനം പറഞ്ഞാണ്. ഭാഷാപരമായൊരു സമാധാനം പറഞ്ഞാണ്. വിഷയങ്ങൾ വിനിവർത്തിക്കുന്നു, രസം മാറുന്നില്ല. രസത്തിന് എന്തർത്ഥം പറഞ്ഞു? രാഗം.
ഏകേന്ദ്രിയം, അവിടെ രാഗം ഏകേന്ദ്രിയമായിരിക്കുന്നു, ഒരിന്ദ്രിയത്തിയിരിക്കുന്നു, മനസ്സിലിരിക്കുന്നു. അപ്പൊ യതിയിലും മനസ്സിൽ രാഗമുണ്ട്. അപ്പൊ മനസ്സിൽ വിഷയങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ് മനസ്സിൽ രാഗത്തോടുകൂടി ഇരിക്കുന്നവനെ മിഥ്യാചാരൻ എന്നാണ് പറയുന്നത്. അപ്പൊ യതിയും മിഥ്യാചാരനാകുമോ? യതിയാണെങ്കിൽ മിഥ്യാചാരനാകില്ല. യതി എന്ന് പറഞ്ഞാൽ എന്താണ്? യമനശീലൻ, യമനത്തെ ശീലിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. രാഗമുള്ളിലുണ്ട്, അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവനാണ് യതി. അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ മിഥ്യാചാരനല്ല. കാരണം അവൻ രാഗത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട്? വിഷയത്തിൽ നിന്ന് അവൻ പിൻവാങ്ങിക്കഴിഞ്ഞു. വിഷയങ്ങളിൽ നിന്ന് പിൻവാങ്ങുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ പടി. രണ്ടാമത്തെ പടിയായി അവൻ അനുഷ്ഠിക്കേണ്ടതാണ് ആന്തരികമായ രാഗത്തെ നശിപ്പിക്കുക. അപ്പൊ മിഥ്യാചാരനാണെങ്കിൽ എന്ത് ചെയ്യും? അവൻ വിഷയങ്ങളിൽ നിന്ന് പിന്മാറും, മനസ്സിൽ രാഗത്തെ സൂക്ഷിക്കും. ആ രാഗത്തിന്റെ പ്രേരണ കൊണ്ട് അവൻ വീണ്ടും വിഷയങ്ങളിലേക്ക് പോയി ചാടും അനിയന്ത്രിതമായി. അതാണ് മിഥ്യാചാരൻ എന്ന് പറയുന്നത്. പൂച്ച സന്യാസി എന്ന് പറയുന്നത് കുറച്ചു സമയം എലിയെ പിടിക്കാതിരിക്കും, വ്രതത്തിലിരിക്കും, വീണ്ടും പോയി എലിയെ പിടിക്കും. അതാണ് പൂച്ച സന്യാസി എന്ന് പേര് വരാൻ കാരണം. സന്യാസിമാർക്ക് കുറച്ചു കാലം യതിധർമ്മത്തിലിരിക്കും, വീണ്ടും അത് വിട്ടുപോകും. അതാണ് മിഥ്യാചാരത്വം. യതിയുടെ മനസ്സിൽ രാഗം ഉണ്ടെങ്കിലും അവൻ മിഥ്യാചാരനാകുന്നില്ല. എന്തുകൊണ്ട്? രാഗം ഉള്ളിലിരിക്കുക തന്നെ. അല്ലെങ്കിൽ പിന്നെ ഒരു യതിചര്യയുടെ ആവശ്യമില്ല. യതിധർമ്മം, യതിചര്യ എന്ന് പറയുന്നതൊരു ആശ്രമമാണ്, അതൊരു ധർമ്മമാണ്. അവന് ധർമ്മമുണ്ട് അനുഷ്ഠിക്കാൻ. അവിടെ ധർമ്മമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ താല്പര്യം എന്താണ്? അവനും ഹേയമായി ത്യാജ്യമായിട്ട് പലതുമുണ്ട്. അങ്ങനെ പരിശ്രമിക്കുന്നവനാണ് യതി. അല്ലാതെ തലയും മുട്ടയടിച്ച് കാവ്യമൊക്കെ കൊടുത്ത് രുദ്രാക്ഷമാലയിട്ട് കുറിയൊക്കെ അടിച്ച് താൻ സർവധർമ്മത്തിനും അതീതനാണ്, വിധി നിയമങ്ങളൊന്നും തനിക്കില്ല, വിധി നിഷേധങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരല്ല യതിമാൻ. മറിച്ച് നിരന്തരം പ്രവർത്തിക്കുന്നവനാണ്. അതാണ് യതി. അവൻ എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നു? സോപി രസോ രഞ്ജനാരൂപ സൂക്ഷ്മ അസ്യേതേഹി, അതും ഈ യതിയിലുണ്ട്. എന്താണ് രസം? രഞ്ജനാരൂപ, രഞ്ജിപ്പിക്കുന്നതാണ്. വീണ്ടും അവന്റെ മനസ്സിനെ വിഷയങ്ങളിലേക്ക് രഞ്ജിപ്പിക്കാൻ ശേഷിയുള്ളതാണ്, സൂക്ഷ്മമാണ്. അതുകൊണ്ട് യതിമാരോട് അടുക്കുന്നത് സൂക്ഷിച്ചു വേണം. സൂക്ഷ്മമാണ്, സൂക്ഷ്മമായി അവന്റെ ഉള്ളിലിരിപ്പുണ്ട്. സോപിരസോ, വാസനാരൂപത്തിലിരിപ്പുണ്ട്. അതുകൊണ്ട് ബാഹ്യമായ വേഷം കണ്ടെന്നും ആരും ഭ്രമിച്ചു പോകരുത്, സൂക്ഷിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. രസോ രഞ്ജനാരൂപ, രഞ്ജിപ്പിക്കുന്ന രസം അവന്റെ ഉള്ളിലിരിപ്പുണ്ട്. അസ്യേതേഹി, പിന്നെ ഇതിന് പരമാർത്ഥതത്വം ബ്രഹ്മദൃഷ്ട ഉപലഭ്യ അഹമേവ തത് ഇതി വർത്തമാനസ്യ നിവർത്തതേ നിർബീജം വിഷയവിജ്ഞാനം സമ്പദ്ധ്യതേ ഇത്യർത്ഥഃ. പക്ഷെ അതും നശിക്കുന്നു. എങ്ങനെ? പരം ദൃഷ്ട നിവർത്തതേ, ആ രസവും നശിക്കുന്നു. പരം ദൃഷ്ട, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കും, സ്വാമിയല്ലേ, എന്നാലും സ്വാമിക്ക് ഇതൊക്കെ പറ്റാം. സ്വാമിക്കും പറ്റാം. സ്വാമിക്ക് പറ്റാതിരുന്നാലേ അതിശയമുള്ളൂ. എന്തുകൊണ്ട്? രഞ്ജനാരൂപ സൂക്ഷ്മ, രഞ്ജനാരൂപമായ സൂക്ഷ്മമായ രസം അവന്റെ ഉള്ളിലുണ്ട്. അത് പരമാർത്ഥ തത്വം ദൃഷ്ട,
പരമാർത്ഥ തത്വ സാക്ഷാത്കാരം കൊണ്ട് മാത്രമേ അത് പോകത്തുള്ളൂ. പരമാർത്ഥ വിവേകം കൊണ്ട് മാത്രം പരമാർത്ഥ തത്വം ബ്രഹ്മ പരം ദൃഷ്ട ഉപലഭ്യ, അതുകൊണ്ടേ അത് നശിക്കത്തുള്ളൂ. അഹമേവ തത് ഹിതി വർത്തമാനസ്യ എന്ന് പറഞ്ഞല്ലോ. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ അർജുന. അവസാനം ഭഗവാൻ അർജുനോട് പറയും, ആ ജ്ഞാനാഗ്നി കൊണ്ട് ഇതെല്ലാം ദഹിച്ചു പോകണം. ആ വിവേകത്തിന്റെ പരിപൂർണതയിൽ, അല്ലെങ്കിൽ അതിന്റെ പരിസമാപ്തിയിൽ മാത്രം. അഹമേവ തത് ഈ വർത്തമാനസ്യ, പരിപൂർണ സാക്ഷാത്കാരത്തിലിരിക്കുന്ന യതിക്ക് നിവർത്തിക്കുന്നു. നിർബീജം സമ്പദ്യതേ, വിഷയവിജ്ഞാനം നിർബീജമായി തീരുന്നു, ബീജരഹിതമായി തീരുന്നു. അതുവരെ രസം തുടരും. ന അസതി സമ്യക് ദർശനേ രസസ്യോച്ഛേദ, സമ്യക് ദർശനം കൂടാതെ രസത്തിന്റെ നാശം വരത്തില്ല എന്നർത്ഥം. ജ്ഞാനാഗ്നി കൊണ്ടേ അത് നശിക്കത്തുള്ളൂ. നശിക്കും, അത് ഇതിലും അത് നശിക്കും. പക്ഷെ കർശനമായ ആ ദിചര്യയിലിരുന്ന് ഈ പറയുന്ന ശ്രവണമനന നിധ്യാസനങ്ങളിലൂടെ അത് നിരന്തരം പരിശീലിച്ച് ആ ജ്ഞാനത്തിൽ നിഷ്ഠയുള്ളവൻ, വിവേകത്തിൽ ദാർഢ്യം വന്നവൻ, അല്ലെങ്കിൽ അപരോക്ഷ സാക്ഷാത്കാരം സിദ്ധിച്ചവൻ, അവന് മാത്രമേ ഈ രസം നശിക്കത്തുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് എന്ത് ചെയ്യണം? യതി എന്താണ് ചെയ്യേണ്ടത്? തസ്മാത്. അതുകൊണ്ട് പറയുന്നു, സമ്യക് ദർശനാത്മികായ പ്രജ്ഞായ സ്ഥൈര്യം കർത്തവ്യം ഇത്യഭിപ്രായം. സമ്യക് ദർശനം എന്ന് പറയുന്ന ഈ പ്രജ്ഞ, വിവേകത്തിൽ സ്ഥൈര്യം കർത്തവ്യം, അതിൽ സ്ഥിരതയുണ്ടാക്കണം. അതിൽ സ്ഥിരതയെ ഒരുവൻ നേടേണ്ടതാണ്. അങ്ങനെ ഈ രസത്തെ ഒഴിവാക്കേണ്ടതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ശ്ലോകത്തിൽ നോക്കുക. ദേഹിനഹ, അതെല്ലാം വളരെ പ്രത്യേകതയുള്ളതാണ്. ദേഹത്തോടുകൂടിയിരിക്കുന്നവൻ. യതിയാണെങ്കിലും ദേഹമുണ്ടെങ്കിൽ കുഴപ്പമാണ് എന്നർത്ഥം. നിരാഹാരസ്യ, വിഷയങ്ങളെ ഗ്രഹിക്കാതിരിക്കുന്ന ദേഹിക്ക് രസവർജം വിഷയ വിനിവർത്തന്തേ, വിഷയങ്ങളെ ഗ്രഹിക്കാതിരിക്കുന്നതുകൊണ്ട് രാഗമൊഴികെ വിഷയങ്ങളെല്ലാം ഒഴിവാകുന്നു. അസ്യ രസോപി, ഇവനിലിരിക്കുന്ന രസം പരം ദൃഷ്ട്വാ നിവർത്തതേ, പരമാത്മാ സാക്ഷാത്കാരത്തോടുകൂടി മാത്രമേ നിവർത്തിക്കുന്നുള്ളൂ. ഇനി ശ്ലോകത്തിൽ നോക്കുക. വിഷയ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. ശിഷ്യതേ. ഓം ശാന്തി ശാന്തി.